KNM-ൻ്റെ ജില്ലാ സെക്രട്ടറി സൈനുദ്ദീൻ സാഹിബ് അടക്കമുള്ള KNM-ൻ്റെയും ISM-ൻ്റെയും MSM-ൻ്റെയും ഒക്കെ ജില്ലാ മണ്ഡലം ശാഖാ നേതാക്കളെ, സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, ഇവിടെ സ്വാഗതം മുതൽ നമ്മുടെ ഈ ക്യാമ്പ് എന്തിനാണ് എന്നും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുമെല്ലാം ഇവിടെ വ്യക്തമാക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നതും നാളെ വരെ നമ്മൾ വ്യത്യസ്തങ്ങളായ സെഷനുകളിൽ പങ്കെടുക്കുന്നതുമെല്ലാം. ഒന്ന് രണ്ട് വ്യത്യസ്തങ്ങളായ കാരണങ്ങളുടെ പേരിൽ ഈ ക്യാമ്പുകളിൽ എത്തിച്ചേർന്ന ആളുകളുണ്ട്. പൊതുവെ അങ്ങനെ ഉണ്ടാകാറുണ്ട്. വാട്സപ്പിൽ ഇതിൻ്റെ ഒരു പോസ്റ്റർ കണ്ട്, മെസ്സേജ് കണ്ട് അതിൽ പങ്കെടുക്കണമെന്ന് ആദ്യം തന്നെ അത് കണ്ട ഉടനെ തീരുമാനിച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. അല്ലെ, നമ്മുടെ ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾ അവർ പോകുന്നുണ്ട്, ഞാൻ പോകുന്നുണ്ട്, എന്നാൽ നീയും കൂടി വാ എന്ന് പറഞ്ഞ് വന്ന ആളുകളുണ്ടാകാം. വളരെ നിർബന്ധപൂർവം മാതാപിതാക്കളുടെ സമ്മർദ്ദത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കളുടെ സമ്മർദ്ദത്തിൽ ഇത്തരം ക്യാമ്പുകളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളുണ്ടാകും. പൊതുവേ നമ്മുടെ പ്രായത്തിലുള്ള കുട്ടികളുടെയൊക്കെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ആളുകളുടെ പ്രത്യേകത, ഇപ്പോൾ ഈ റിസൾട്ടൊക്കെ 10ാം ക്ലാസ്സിലെ റിസൾട്ടൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ നീ ഏതാണ്? ഞാൻ കൊമേഴ്സാണ്. എന്നാൽ ഞാനും കൊമേഴ്സ് അല്ലേ, ഞാൻ ഏതായാലും ഒരു ഹ്യൂമാനിറ്റീസിനാണ് പോണത്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് എന്താണെന്ന് പോലും അറിയണ്ടാവില്ല. അപ്പോൾ ഇപ്പം കൊമേഴ്സ് ആണെങ്കിൽ ഞാനും കൊമേഴ്സ്, നീയും പാ കൊമേഴ്സിന്. പെട്ടെന്നൊക്കെ നമ്മളെല്ലാവരും ഒന്നിച്ചെന്ത് ചെയ്യാം, ചാടാന്നുള്ള രൂപത്തിലൊക്കെ ഒരു പിന്നാലെ കൂടി വരുന്ന ആളുകളൊക്കെ ഉണ്ടാകാം. അങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിൽ നമ്മുടെ ഈ ക്യാമ്പിനൊക്കെ എത്തിച്ചേർന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. പക്ഷെ ഏത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും ഈ ക്യാമ്പിൽ എത്തിച്ചേർന്ന ആളുകൾ ഇത് അവസാനിക്കുന്നിടത്ത് നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തയും നമ്മുടെ ആലോചനകളും നമ്മുടെ തീരുമാനങ്ങളും ഒന്നായി തീരുമ്പോഴാണ് ഇത് വിജയിക്കുക. അപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് നാട്ടിൽ ആലപ്പുഴയാണ്, ആലപ്പുഴ എറണാകുളം ജില്ലയുടെ അതിർത്തിയാണ് എൻ്റെ വീട്. ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക എന്നൊന്നും ആലോചിക്കുക പോലും ചെയ്യാത്ത ഒരു കാലത്താണ് എൻ്റെ കുടുംബത്തിൽ നിന്നൊരാൾ എടവണ്ണ ജാമിയ നദവിയിൽ പഠിക്കാൻ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം, ബാപ്പയുടെ നിർബന്ധപ്രകാരം ഞാനൊക്കെ എന്ത് ചെയ്യുന്നത്, എടവണ്ണ ജാമിയ നദവിയിൽ അറബിക് കോളേജിൽ പഠിക്കാൻ വരുന്നത്. അപ്പം എൻ്റെ കൂടെ ആലപ്പുഴ ടൗണിലുള്ള ഒന്നൊരു സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഞങ്ങളുടെ ജില്ലയിൽ നിന്ന് കുറച്ച് ആളുകളൊക്കെ ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പോൾ ആലപ്പുഴ ജില്ലയിലൊരു സ്ഥലമുണ്ട്, മണ്ണഞ്ചേരി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങൾ പഠിക്കാൻ വന്ന് ഹോസ്റ്റലിൽ വന്ന്, അന്നത്തെ ഹോസ്റ്റലിലെ സൗകര്യങ്ങളെന്ന് പറയുന്നത് നമുക്കിന്ന് ആലോചിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. അന്നത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഒരു ഫ്ലെക്സ് വിരിക്കുക, അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുക, അതേപോലെ തന്നെ ഭക്ഷണം ഒക്കെ പ്രയാസകരമായ അവസ്ഥയായിരുന്നു. ഞാൻ അൻസാർ നെന്മണ്ട, ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ച ആളുകളാണ്, ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ വന്ന അന്ന് മുതൽ വേഗം നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന ആഗ്രഹം മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എപ്പോഴും ഒരു സങ്കടമാണ്, ഉമ്മാനെ കാണണം, ഉപ്പാനെ കാണണം, നാട്ടിലെത്തണം, ഹോസ്റ്റലിൽ നിൽക്കാൻ കഴിയില്ല, വേഗം തിരിച്ചു പോകണം എന്നുള്ള ചിന്തയിലാണ്. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ എടവണ്ണ അങ്ങാടിയിലെത്തി. എടവണ്ണ മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലാണ് ഈ സ്ഥാപനം ഉള്ളത്. എടവണ്ണ ടൗണിൽ നിൽക്കുമ്പോൾ ഒരു ബസ് വരുന്നുണ്ട്. അപ്പോൾ ബസ് വന്നു കണ്ടപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് പറഞ്ഞു, ഞാൻ നാട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ 200 കിലോമീറ്ററിൻ്റെ എടവണ്ണയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് 200 കിലോമീറ്ററാണ് ദൂരം. അപ്പോൾ ഞാൻ ചോദിച്ച്, എങ്ങനെ പോവാ? ഇതാ ബസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു, ആലപ്പുഴക്കുള്ള ബസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ മണ്ണഞ്ചേരിക്കുള്ള ബസ്സാണ്. ആലപ്പുഴ ജില്ലയിലൊരു സ്ഥലമാണ് മണ്ണഞ്ചേരി എന്ന് പറഞ്ഞത്. അങ്ങനെ വേഗം, ഞാനില്ല, അതല്ല നീ പോയിക്കൊള്ളാൻ പറഞ്ഞ, അവൻ വേഗം ബസ്സിൽ കയറി പോയി. അങ്ങനെ ബസ്സിൽ പോയി. ബസ് കുറച്ച് ദൂരെത്തി കഴിഞ്ഞപ്പോൾ കണ്ടക്ടർ ടിക്കറ്റ് കൊടുത്ത് വരികയാണ്. അപ്പോൾ കണ്ടക്ടർ ടിക്കറ്റ് കൊടുത്ത് വന്നപ്പോൾ കണ്ടക്ടർ ചോദിച്ചു, എങ്ങോട്ട് അയച്ച്? അപ്പോൾ മണ്ണഞ്ചേരിക്കാന്ന്. അപ്പോൾ അയാൾ ചോദിച്ചു, അതേതാ സ്ഥലം? അപ്പോൾ പറഞ്ഞു, മണ്ണഞ്ചേരി, ആലപ്പുഴ മണ്ണഞ്ചേരിക്കല്ലേ ഈ ബസ് പോകുന്നത് ചോദിച്ചു. അല്ല, ഇത് മഞ്ചേരിയിലേക്കാണ് ഈ ബസ് പോകുന്നത്. അപ്പോൾ നാട്ടിൽ പോകണം എന്നുള്ള ആവേശത്തിൽ അതിൻ്റെ ഇടയ്ക്കുള്ള അക്ഷരങ്ങളൊന്നും കാണുന്നില്ല. അപ്പം അങ്ങനെ നിർബന്ധിതാവസ്ഥയിൽ നിന്ന് വളർന്ന് പഠിച്ച് ഈ രൂപത്തിലേക്കൊക്കെ നമ്മൾ രൂപപ്പെടുത്തപ്പെട്ട് വന്നതാണ്. അപ്പോൾ നമ്മളെയൊക്കെ തള്ളിയിട്ട, ഉദ്ദിയ, ഒന്ന് വഴക്ക് പറഞ്ഞ
ആളുകളൊക്കെ ഇന്ന് അവരൊന്നും ചിലപ്പോൾ എൻ്റെ വാപ്പയൊന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അവർക്ക് മരിച്ചുപോയി. പക്ഷേ നമ്മളൊക്കെ ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നതിൻ്റെ ഒരു ഓഹരി ഇതിലേക്കൊക്കെ തള്ളിവിട്ട ആളുകൾക്കൊക്കെ ലഭിക്കുന്നതാണ്. ഇത്തരം ക്യാമ്പുകളിലൊക്കെ നിർബന്ധിച്ച് കൊണ്ടുവന്ന ആളുകൾക്ക്, വിളിച്ച ആളുകൾക്ക്, ക്ഷണിച്ച ആളുകൾക്കൊക്കെ കിട്ടാനുള്ള നന്മയെന്ന് പറയുന്നത് അതാണ്. അപ്പം അതാണ് ഞാൻ സൂചിപ്പിച്ചത്. എന്ത് കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നാലും ആ കാരണങ്ങൾ തീർന്ന് നാളെ ഉച്ചയ്ക്ക് ഇവിടെ തിരിച്ചു പോകുമ്പോൾ നമ്മളെടുക്കുന്ന തീരുമാനം ഒന്നായിരിക്കണം. അത് നമുക്കും നമ്മളെ കൊണ്ടുവന്നവർക്കും ഇത് സംഘടിപ്പിച്ചവർക്കും ഒക്കെ ഉപകാരം കിട്ടുന്ന, പ്രതിഫലം കിട്ടുന്ന ഒരു കർമ്മമായി തീരേണ്ടതുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് നമ്മൾ. പടച്ചോൻ നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് പറയാൻ പറ്റുമോ? ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഖുതുബ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരാളുണ്ടായിരുന്നു പള്ളിൻ്റെ മുന്നിൽ പിരിവിന്. അദ്ദേഹം ഒരു ആളുകളുടെ സംഭാവന സ്വീകരിക്കാനിരിക്കണം. അപ്പോൾ അയാൾക്ക് 2 കാലില്ലാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ എത്ര ശ്രദ്ധിക്കേണ്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ കണ്ണറിയാതെ അയാളുടെ നേരെ നീണ്ടുപോകും. അത് എന്തുകൊണ്ടാണ്? പെട്ടെന്ന് നമ്മുടെ മനസ്സിലൊരു ചിന്ത വരും, പടച്ചോൻ എനിക്ക് വലിയൊരു അനുഗ്രഹം തന്നത് അല്ലേ, അയാൾക്ക് നടക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല, പക്ഷെ എനിക്ക് നടക്കാൻ അള്ളാഹു എന്ത് നൽകി? കാല് നൽകി. അതെനിക്കൊരു വലിയ അനുഗ്രഹം കിട്ടിയതാണ്. സംസാരിക്കാൻ കഴിയാത്ത ആളുകളുണ്ടാവും. അവരെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് അവരെ നേരെ ഒന്ന് ശ്രദ്ധിക്കേണ്ടെന്ന് വിചാരിച്ചാലും നമ്മുടെ കണ്ണറിയാതെ അവരെ നേരെ നീണ്ടുപോകും. മനസ്സിൽ പടച്ചു നമുക്ക് അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് അറിയാതെ നമുക്ക് ഓർമ്മ വരും കൈകളില്ലാത്ത ആളുകളെ കാണുമ്പോൾ. അപ്പോൾ കൈ അള്ളാഹു നൽകിയതൊരു അനുഗ്രഹമാണ്, കാലല്ലാഹു നൽകിയതൊരു അനുഗ്രഹമാണ്, കണ്ണല്ലാഹു നൽകിയതൊരു അനുഗ്രഹമാണ്, കാതല്ലാഹു നൽകിയത് അനുഗ്രഹമാണ്, ചിന്തിക്കാനുള്ള കഴിവ് നൽകിയതൊരു അനുഗ്രഹമാണ്, ഇങ്ങനെ ഇരിക്കാനൊക്കെ കഴിവ് നൽകിയത് നമുക്ക് പടച്ചോന്നതൊരു നിഅമത്താണ്. ഇനി വായു നൽകിയത്, വെള്ളം, വെളിച്ചം, ഇതൊക്കെ പടച്ചോ നൽകിയ അനുഗ്രഹങ്ങളാണ്. ഈ അനുഗ്രഹങ്ങളിൽ നിങ്ങളോട് ഇപ്പം നിങ്ങളുടെ കയ്യിലൊരു പേപ്പറുണ്ട്, പേനുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ് പടച്ചോൻ തന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഒന്നാമത് എഴുതുന്ന അനുഗ്രഹം ഏതായിരിക്കും? തൗഹീദ് കിട്ടിയത്, ഹിദായത്ത് കിട്ടിയത് അല്ലേ? ആരോഗ്യം, കണ്ണ്, നിഅമത്ത് അനുഗ്രഹം. അതിലേതാണ്? സമ്പത്ത് ആണോ? നമ്മളിങ്ങനെ സൃഷ്ടിച്ചു എന്നുള്ളതാണോ? ഇപ്പോൾ പടച്ചോൻ പല കാര്യങ്ങളോട് പറഞ്ഞു. പല കാര്യങ്ങൾ പറയും. ഇപ്പോൾ മുസ്ലിമായി ജീവിക്കുക, അതേപോലെ തൗഹീദ് ഉള്ളവരാകുക, കണ്ണിന് കാഴ്ച ശക്തി കിട്ടുക, അതേപോലെ പിന്നെന്താ പറഞ്ഞത്, ആരോഗ്യമുള്ള ഒരു ഇതുണ്ടാവുക, ആഫിയത്തും ആരോഗ്യം ഉണ്ടാകുക, ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു. എണ്ണിയാൽ ഒടുങ്ങാത്ത, ഖുർആൻ തന്നെ പറഞ്ഞാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താൻ തീരുമാനിച്ചാൽ എനിക്ക് കഴിയില്ല. പടച്ചോ നമുക്ക് എല്ലാം കൃത്യമായ രൂപത്തിലാണ് തന്നത്. പണ്ടൊരാൾ ഒരു മതിലിൻ്റെ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ മതിലിൻ്റെ അപ്പുറത്തൊരു വലിയ ശബ്ദം കേട്ടു. നല്ല ഉയരമുള്ളൊരു മതിലാണ്. മതിലിൻ്റെ അപ്പുറത്ത് നോക്കി നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. അപ്പോൾ അയാളിങ്ങനെ വിചാരിച്ചു, പടച്ചോൻ കണ്ണി വിരലിൻ്റെ അറ്റത്താണ് തന്നിരുന്നെങ്കിൽ കൈയൊന്നിങ്ങനെ ഇട്ട് നോക്കിയാൽ മതിയായിരുന്നു അല്ലേ, അപ്പുറത്തുള്ള എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ കണ്ണിവിടെ തന്ന് ഇങ്ങനെ അയാളെ ഇങ്ങനെ പടച്ചോൻ്റെ സൃഷ്ടിപ്പൊക്കെ ഒരു മോശമായി, ആ കണ്ണ് വിരലിൻ്റെ അറ്റത്ത് തന്നിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു, അപ്പുറത്തുള്ളതൊക്കെ ഇങ്ങനെ വിരലിട്ട് നോക്കി കണ്ട് മനസ്സിലാക്കായിരുന്നൊക്കെ മുമ്പ് അയാളെ കൈയിൻ്റെ അറ്റത്തൊരു മുള്ളു തറച്ചു പെട്ടെന്ന് എടുക്കുമ്പോൾ. അപ്പോൾ അയാൾ പടച്ചോൻ കണ്ണ് വെക്കേണ്ടടുത്താണ് വെച്ചത്. ഈ വിരലിൻ്റെ അറ്റത്താണ് കണ്ണ് തന്നിരുന്നെങ്കിൽ നമുക്ക് പിടിക്കാൻ പറ്റുമായിരുന്നോ, എന്തെങ്കിലും ഒന്ന് എടുക്കാൻ കഴിയുമായിരുന്നോ? അപ്പോൾ കണ്ണ് നൽകേണ്ടടുത്താണ് പടച്ചോൻ കണ്ണ് എല്ലാം കൃത്യമായ രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംവിധാനിച്ചു തന്നത്. ഒരു ഭാഗം. രണ്ടാമത്തെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നൊരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഇതിൻ്റെ അർത്ഥം അറിയാവുന്ന ആരെങ്കിലും? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. നിങ്ങളാ വലിയ വലിയ ആൾക്കാർ പറയരുത് കേട്ടോ. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവെ എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണം. ഇത് റസൂൽ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥന. പ്രവാചകന്റെ പ്രത്യേകത എന്താ? ആദ്യം സ്വർഗത്തിൽ പോകുന്ന ആളാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം സന്തതികളുടെ നേതാവ് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത ആളാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള പ്രവാചകനാണ്. നിരന്തരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവെ എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ എന്ത് ചെയ്യണം? ഉറപ്പിച്ചു നിർത്തണം. ഈ പ്രാർത്ഥന മറ്റൊരു രൂപത്തിലുണ്ട്. യാ മുസബ്ബിത്തൽ ഖുലൂബ് സബ്ബിത്ത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുന്ന അല്ലാഹുവെ എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥന.
ഖുർആനിൽ പ്രവാചകന്മാരുടെ ചരിത്രം പറയുമ്പോൾ പ്രവാചകന്മാരെപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിലൊന്ന്, ഇബ്രാഹിം നബിയുടെ ചരിത്രം ഖുർആൻ പറയുമ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ട്, വജനുബിനെ വബനിയ അൻ നഅ്ബുദൽ അസ്നാം. ഇബ്രാഹിം നബിയുടെ ചരിത്രം അറിയില്ലേ? ഇബ്രാഹിം നബീൻ്റെ ചരിത്രം എല്ലാ പരീക്ഷണങ്ങളെയും തൗഹീദ് കൊണ്ട് വിജയിച്ച ആളാണ് ആര്? ഇബ്രാഹിം നബി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിഗ്രഹാരാധനക്കെതിരെയാണ് ജീവിതം അദ്ദേഹം പ്രബോധനം നടത്തിയത്. അതിൻ്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്താനാണ് ജീവിച്ചത്. ആ വിഗ്രഹാരാധനയിലേക്ക് എന്നെയും മക്കളെയും എന്ത് ചെയ്യരുത്, കൊണ്ടുപോകരുത് എന്നാണ് ആര് പ്രാർത്ഥിക്കുന്നത്? ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നത്. ഇപ്പം രണ്ടാളെ ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കൂട്ടെ ലാസ്റ്റ്, ഇത് ഓരോരുത്തരും പ്രാർത്ഥിച്ചെന്ന് ചോദിക്കും, അപ്പോൾ പറഞ്ഞു തരുന്ന ആളുകൾക്ക് സമ്മാനം ഉണ്ടാവും. അപ്പോൾ രണ്ടാളുടെ റസൂലുള്ളാഹിൻ്റെ പറഞ്ഞു, ഇബ്രാഹിം നബീൻ്റെ പറഞ്ഞു. യാക്കൂബ് നബിയും ഇബ്രാഹിം നബിയും മക്കളെ ഉപദേശിക്കുന്ന ഒരു ഉപദേശമുണ്ട്, വലാ തമൂത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ ആരും എന്താകരുത്, മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകാൻ പാടില്ല. 3 പ്രവാചകന്മാരായി. അതേപോലെ തന്നെ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളിൽ ഖുർആൻ പറയുന്നുണ്ട്, തവഫനി മുസ്ലിമൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണം, സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇത് പ്രവാചകന്മാരെല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിലുണ്ട് അള്ളാഹു മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ് എന്നതിൻ്റെ ഉത്തരം. അതേതാണ് പറയാൻ പറ്റുമോ? അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകി, അള്ളാഹു നമുക്ക് ഈ വെളിച്ചം നൽകി, അള്ളാഹു നമ്മളെ വിശ്വാസികളായി തിരഞ്ഞെടുത്തു എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഇതിനേക്കാളും വലിയൊരു അനുഗ്രഹം വേറെയില്ല. അതുകൊണ്ടാണ് ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ അത്തരം കാര്യങ്ങൾ ആവർത്തിച്ച് നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രവാചകന്മാർ പോലും നിരന്തരമായി പ്രാർത്ഥിക്കാറുള്ള കാരണം ഈ ഹിദായത്ത് അള്ളാഹു നമുക്ക് നൽകി എന്നുള്ളതാണ്. ഇതെല്ലാവർക്കും ഇതിൻ്റെ വില മനസ്സിലാകുന്നത് എപ്പോഴാണെന്നറിയോ? എപ്പോഴാണ് ഇതിൻ്റെ വില നമുക്കിപ്പോൾ കണ്ണിൻ്റെ വില മനസ്സിലാകുന്നത് കാഴ്ചയില്ലാത്ത ഒരാളെ കാണുമ്പോഴാണ്. അതേപോലെ തന്നെ സംസാരിക്കാൻ കഴിയാത്ത ഒരാളെ കാണുമ്പോൾ സംസാരിക്കാൻ കഴിവ് നൽകിയ ആ ഒരു വലിപ്പത്തെക്കുറിച്ച്, അനുഗ്രഹത്തെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ ഹിദായത്തിൻ്റെ വലിപ്പം ബോധ്യപ്പെടണമെങ്കിൽ ഇത് കിട്ടാതെ പോയ ആളുകളെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരാൾ, നമ്മുടെ ഉപ്പാക്ക് 2 മക്കളുണ്ട്. ഒരാൾ വഴിതെറ്റിപ്പോയാൽ അത് ഉപ്പാക്ക് സഹിക്കാൻ പറ്റും, വാപ്പമാർക്ക് ഉമ്മമാർക്ക് അത് സഹിക്കാൻ പറ്റും. അവർക്ക് വലിയ സങ്കടമായിരിക്കും, വലിയ വിഷമായിരിക്കും. അപ്പോൾ മക്കളൊന്ന് ചെറുതായി ഒന്ന് പോലും വഴിതെറ്റി പോകുന്നത് സഹിക്കാൻ കഴിയാത്ത ആളുകളാണ് മാതാപിതാക്കൾ. അപ്പോൾ നൂഹ് നബിക്ക് എത്ര വിഷമായിട്ടുണ്ടാവും, എത്ര നൂഹ് നബിൻ്റെ മകൻ വിശ്വാസിയല്ല എന്ന് പറഞ്ഞാൽ നൂഹ് നബിയുടെ മകൻ അള്ളാഹു കൊടുക്കാത്ത വെളിച്ചമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത്. ഒരു പ്രവാചകൻ്റെ മകൻ അള്ളാഹു കൊടുക്കാത്ത വെളിച്ചം കിട്ടിയ ആൾക്കാരാണ് നമ്മൾ. നമ്മുടെ ബാപ്പ ഒരു ദീനൊന്നുമില്ല, നിസ്കാരമൊന്നുമില്ല, ഒന്നുമില്ലാത്ത ഒരാളാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് പഠിക്കുമ്പോൾ നമ്മുടെ വാപ്പയെക്കുറിച്ച് നമുക്ക് വലിയ സങ്കടമാവും, ഒരു വിഷമാവും. ഇപ്പോൾ ഞങ്ങളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ പ്രഭാഷണങ്ങൾക്കും ക്ലാസ്സുകൾക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ വരും, എന്താ പറയുക, മൗലവി ബാപ്പാക്കൊക്കെ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളിങ്ങനെ ഗൾഫിലൊക്കെ പോയപ്പോൾ ഇസ്ലാഹി സെൻ്ററുകളിലൊക്കെ ചെന്ന് അവിടെ നിന്ന് ഹിദായത്ത് കിട്ടിയ ആൾക്കാരാണ്. ബാപ്പായും ഉമ്മയും ഒക്കെ ഇപ്പോഴും മൗലൂദും റാത്തീബും ഒക്കെ ചൊല്ലുന്ന, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് ഹിദായത്ത് കിട്ടാൻ പ്രാർത്ഥിക്കണം എന്ന് പറയും. മുസ്ലിങ്ങളാണ്, പക്ഷേ തൗഹീദ് കിട്ടിയിട്ടില്ല. അത് കിട്ടാത്തത് പോലും മക്കൾക്ക് വലിയ വിഷമമാണ്. അപ്പോൾ ഇബ്രാഹിം നബിക്ക് എത്ര വിഷമായിട്ടുണ്ടാവും ബാപ്പാനെ കുറിച്ച് ഓർത്തിട്ട്? ഇബ്രാഹിം നബിൻ്റെ പ്രത്യേകത ആരാ? ഇബ്രാഹിം നബി ആരാണ്? ഖലീലുള്ള, അള്ളാഹുവിൻ്റെ കൂട്ടുകാരനാണ് ഇബ്രാഹിം നബി. എല്ലാ പരീക്ഷണങ്ങളെയും തൗഹീദ് കൊണ്ട് ജയിച്ച ആളാണ് ഇബ്രാഹിം നബി. ആ ഇബ്രാഹിം നബിയുടെ ബാപ്പാക്ക് അള്ളാഹു കൊടുക്കാത്ത വെളിച്ചമാണ് അള്ളാഹു നമുക്ക് നൽകിയത്. ഇപ്പോൾ നൂഹ് നബിയുടെ ഭാര്യയ്ക്ക് കൊടുക്കാത്ത, നൂഹ് നബിയുടെ മകന് കൊടുക്കാത്ത, ലൂത്ത് നബിയുടെ ഭാര്യയ്ക്ക് കൊടുക്കാത്ത, ഒരുപാട് പ്രവാചകന്മാരുടെ മക്കൾക്ക് കിട്ടാത്ത, ഒരുപാട് പ്രവാചകന്മാരുടെ ഭാര്യമാർക്ക് കിട്ടാത്ത, ഒരുപാട് പ്രവാചകന്മാരുടെ ഉപ്പമാർക്ക് കിട്ടാത്ത, ഒരുപാട് പ്രവാചകന്മാരുടെ ഉമ്മമാർക്ക് കിട്ടാത്ത. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ സമീപത്ത് ചെന്നിരുന്നിട്ട്, രോഗിയായ ആളുടെ അടുത്ത് ചെന്നാൽ അയാളോട് എന്തു പറഞ്ഞു കൊടുക്കണം? ഒരു മരണാസന്നനായ ഒരു രോഗി അയാളുടെ അടുത്ത് ചെന്നിരുന്നാൽ ആദ്യം അയാളോട് നമ്മൾ എന്താ പറയേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം, അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അയാളെ കൊണ്ട് ചൊല്ലാൻ നമ്മൾ പരിശ്രമിക്കണം. മരണാസന്നനായ രോഗിയുടെ സമീപത്തെത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ അടുത്ത് ചെന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുക. ഒരു രോഗിയായ ഒരാളുടെ അടുത്ത് ചെന്നിട്ട്, അയാൾ വലിയ ഭാഗ്യവാനായിരിക്കുമല്ലോ. റസൂലുള്ളാഹി എന്ന് ചെന്നിട്ട് ഒരാളുടെ അടുത്തിരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുക്കുന്നത്. പ്രവാചകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുണ്ടായിരുന്നു മക്കയിൽ. പ്രവാചകൻ്റെ ഉപ്പയുടെ സഹോദരനാണ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ബാപ്പ. അദ്ദേഹത്തിൻ്റെ പേരെന്താ അറിയോ?
എന്താണ് ഞാൻ പറഞ്ഞ ആ പേര്, അബൂ ത്വാലിബ്. അബൂ ത്വാലിബിനെ റസൂലുള്ളാഹിനെ വലിയ ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അബൂ ത്വാലിബിനെയും വലിയ ഇഷ്ടമാണ്. മക്കയിൽ ആദ്യം പ്രവാചകനെ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചിരുന്ന ആളാണ് ആര്? അബൂ ത്വാലിബ്. അബൂ ത്വാലിബിന് റസൂലുള്ളാഹിനെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ദിവസം മക്കയിലെ മുശ്രിക്കുകളൊക്കെ കൂടി അബൂ ത്വാലിബിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, മുഹമ്മദിനെ ഞങ്ങൾക്ക് വിട്ടു തരണം, ഞങ്ങളൊരു മകനെ നിങ്ങൾക്ക് വളർത്താൻ തരാം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തിനാണ്? കൊല്ലാനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകനെ കൊല്ലാൻ വിട്ടു തന്നിട്ട് നിങ്ങളുടെ മകനെ വളർത്തണമെന്നാണോ നിങ്ങൾ എന്നോട് പറയുന്നത്? ഞാൻ ഒരിക്കലും അതിന് സമ്മതിക്കില്ല. അങ്ങനെ അബൂ ത്വാലിബ് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. പക്ഷെ അബൂ ത്വാലിബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടില്ലായിരുന്നു. അപ്പോൾ മരണാസന്നനായി കിടക്കുമ്പോൾ പ്രവാചകൻ ചെന്ന് അടുത്തിരുന്നു. എന്നിട്ട് അബൂ ത്വാലിബിൻ്റെ കൈ പിടിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, യാ അബ്ദുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു. ഞാനിപ്പോൾ പറയുന്നൊരു മാനസികാവസ്ഥ അങ്ങനെയല്ല. റസൂലുള്ളാഹി പറയുമ്പോൾ നമ്മളിപ്പോൾ അങ്ങാടിയിൽ ഒരാൾ പ്രസംഗിക്കുമ്പോൾ ഉള്ളൊരു മാനസികാവസ്ഥ അല്ല. കാരണം പ്രവാചകൻ്റെ പ്രത്യേകത എന്താ? വഹി ഇറങ്ങുന്ന ആളാണ് ആര്? പ്രവാചകൻ. ഹിറാ ഗുഹയിൽ ധ്യാനത്തിനിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ആ ജിബ്രീലിൻ്റെ അടുക്കൽ നിന്ന് വഹി സ്വീകരിക്കുന്ന ആളാണ് പ്രവാചകൻ. ഒറ്റ രാത്രി കൊണ്ട് ആകാശയാത്ര നടത്തി, അല്ലേ? ഇസ്രാ മിഅ്റാജ് യാത്ര. മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, അവിടുന്ന് 7 ആകാശങ്ങളും കടന്ന് തിരിച്ചു വന്ന്, ഒറ്റ രാത്രി കൊണ്ട് തിരിച്ചു വന്ന് സ്വർഗവും നരകവും കണ്ട ആളാണ് ആര്? പ്രവാചകൻ. സ്വർഗം കണ്ട ആളാണ്, നരകത്തെ കണ്ടതാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉറപ്പ് ആർക്കെങ്കിലും ഉണ്ടോ ഭൂമിയിൽ? പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അബൂ ത്വാലിബ് ചൊല്ലിയിട്ടില്ലെങ്കിൽ അബൂ ത്വാലിബിൻ്റെ അവസ്ഥ എന്താണ് എന്ന് പ്രവാചകനേക്കാൾ ഉറപ്പ് ആർക്കെങ്കിലും ഉണ്ടോ? അപ്പം നമുക്കറിയാം, ഈ ഡോറ് കിടന്ന് പുറത്തിറങ്ങിയാൽ അവിടെ ഒരു വലിയ അപകടം ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മളത് കണ്ടതാണ് അപകടം എന്താണെന്നുള്ളത്. ഒരു വലിയ കുഴിയുണ്ട്. അപ്പോൾ ഒരാൾ നമ്മുടെ മുന്നിലൂടെ അതിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളയാൾ വിളിക്കൂലേ, പോലെന്ന് പറയില്ലേ? എന്നിട്ടും അയാൾ പോയാൽ നമുക്ക് ഉറപ്പല്ലേ അയാൾ ആ അപകടത്തിലേക്ക് വീഴുമെന്നുള്ളത്? അപ്പം എത്ര വിഷമം, എത്ര ഒരു ആത്മാർത്ഥതയോടുകൂടിയായിരിക്കും നമ്മൾ അയാൾ വിളിക്കുക. പ്രവാചകൻ റസൂലുള്ളയോളം ആത്മാർത്ഥത ഇപ്പോൾ പറയുമ്പോൾ ലോകത്ത് ആർക്കെങ്കിലും ഉണ്ടാകുമോ അബൂ ത്വാലിബിനോടത് പറയുമ്പോൾ? പക്ഷെ അബൂ ത്വാലിബിൻ്റെ മറുപടി എന്താ? അന മില്ലത്തി അബ്ദുൽ മുത്തലിബ്, ഞാൻ നിൻ്റെ വഴിയിലല്ല, ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മാർഗത്തിലാണ് മരിച്ചു പോകണമെന്ന്. റസൂലുള്ളാഹിക്ക് ഉണ്ടായ സങ്കടം അത്രയും വലുതായിരുന്നു. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജിബ്രീൽ വന്നിട്ട് പ്രവാചകനെ ആശ്വസിപ്പിക്കും. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മയ്യശാ. പ്രവാചകരെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കാൻ ഇത് നിങ്ങൾ ഉണ്ടാക്കിയ മതം. റസൂലുള്ളാഹി ഉണ്ടാക്കിയ മതമാണെങ്കിൽ റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ കൊടുക്കായിരുന്നല്ലോ. ഇത് പടച്ചവൻ്റെ ദീനാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഹിദായത്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇരിക്കുന്നത് അള്ളാഹുവിന് നമ്മളോട് വലിയ ഇഷ്ടമായതുകൊണ്ടാണ്. അള്ളാഹുവിന് ഈ ലോകത്തുള്ള എല്ലാവരെക്കാളും നമ്മളോട് വലിയ ഇഷ്ടമായതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകിയത്, അള്ളാഹു നമുക്ക് ഈ വെളിച്ചം നൽകിയത്. അപ്പോൾ അത്രയധികം നമ്മളെ ഇഷ്ടപ്പെടുന്ന ആ റബ്ബ്, അവൻ്റെ ആ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നത് നമ്മുടെ ഒരു ബാധ്യതയല്ലേ, അല്ലേ? നമുക്ക് ജീവിതത്തിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ ബാധ്യതകളിൽ ഒന്നാണ് ദഅവത്ത്. ഈ ഹിദായത്ത് നമുക്ക് മാത്രം കിട്ടിയാൽ പോരാ, ഇത് കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഇത് കൊടുക്കണം. അത് നമ്മുടെ ഒരു ബാധ്യതയാണ്. പടച്ചോൻ നമ്മളെ ഏൽപ്പിച്ച ഒരു ബാധ്യതയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ ദഅവത്ത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ അനുഗ്രഹം നമുക്ക് കിട്ടി, മറ്റുള്ളവർക്ക് ഇത് കൊടുക്കണം. ഇപ്പം എത്ര സ്വഹാബികൾ ഉണ്ടായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മക്കം ഫത്തഹിന്? അറിയോ? അവസാനത്തെ പ്രസംഗം കേൾക്കാൻ, പ്രസംഗമൊക്കെ ഹുത്തുബയിലൊക്കെ കേൾക്കാറുള്ളതല്ലേ? 100,000 സ്വഹാബത്ത് ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ പ്രസംഗം കേൾക്കാൻ, ഹജ്ജ് ചെയ്യുമ്പോഴുള്ള പ്രസംഗം കേൾക്കാൻ. ഹജ്ജ് കഴിഞ്ഞ് മദീനയിലെത്തി. പെട്ടെന്ന് പിന്നെ പ്രവാചകൻ അധികകാലവും ജീവിക്കലില്ല, മരണപ്പെട്ടു പോയാണ്. പക്ഷേ മദീനത്ത് മക്കയിൽ ഉംറക്ക് പോകുമ്പോൾ നമ്മൾ മദീനയിലൊക്കെ സന്ദർശിക്കും. മദീന പോയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? മദീനയിൽ സ്വഹാബികളെ മറമാടിയ ഖബറില്ലേ, ബഖീ അല്ലേ? എത്ര സ്വഹാബികളുടെ ഖബർ മദീനയിലുണ്ട്? 10,000-ൽ ചില്ലാനം സ്വഹാബികളുടെ ഖബറാണ് മദീനയിലാകെ ഉള്ളത്. എത്ര സ്വഹാബികൾ അവസാനത്തെ പ്രസംഗം കേൾക്കാൻ റസൂലുള്ളാഹി വഫാത്താകുന്ന സമയത്ത് മദീനത്തുണ്ടായിരുന്നു? 1,00,000-ലധികം സ്വഹാബികൾ ഉണ്ടായിരുന്നു. പക്ഷെ എത്ര സ്വഹാബികളുടെ ഖബർ മദീനയിലുണ്ട്? 10,000-ൽ ചില്ലാണ്. അപ്പോൾ ഈ ബാക്കി ഈ ലക്ഷത്തോളം വരുന്ന, ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബത്ത് പിന്നെ എവിടെയാണ്? അവരൊക്കെ എവിടെ പോയി? ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൻ്റെ ഉത്തരമാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ കൂടിയ ഈ ഒരു കൂട്ടായ്മയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. പ്രവാചകൻ്റെ വാക്കുകൾ കേട്ട്, പ്രവാചകൻ്റെ അവസാനത്തെ പ്രസംഗത്തിലൊരു വസിയ്യത്ത് ഉണ്ടായിരുന്നു, ഫല്യുബല്ലിഉ ഷാഹിദൽ ഗായിബ്. ഇവിടെ ഹാജറുള്ള ആളുകൾ, ഇത് കേട്ട ആളുകൾ, ഇത് കേൾക്കാത്ത ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം, ഇത് എത്തിച്ചു കൊടുക്കണം.
ഇത് കേട്ട സ്വഹാബത്ത് യാത്രയായി, അവർ പോയി. ഒന്നും അവർക്ക് തടസ്സമായില്ല. നമ്മൾ ആലോചിച്ച് നോക്ക്, ഇപ്പം നമ്മൾ കാസർഗോഡ്, ഇപ്പം ഞങ്ങൾ കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറി, കാനങ്ങാട് ട്രെയിൻ ഇറങ്ങി, ഇടവണ്ണയിൽ കാറിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വണ്ടി അവിടെ ഇട്ട്, അവിടെ നിന്ന് ട്രെയിൻ കയറി കാനങ്ങാട് വന്നിറങ്ങി, കാനങ്ങാട് നിന്ന് സൈനുദ്ദീൻ സാഹിബിൻ്റെ കാറ് കയറി ഇവിടെ എത്തി. ഈ യാത്ര ഞങ്ങൾ വലിയ അത്ഭുതമാണ്. ഒന്ന് അതിൻ്റെ പ്രയാസങ്ങൾ ഒരു ഭാഗത്ത്, പക്ഷേ ഈ ഇങ്ങോട്ടുള്ള യാത്ര വലിയ അത്ഭുതമാണ്. ഞങ്ങളുടെ ട്രഷറർ ഇങ്ങനെ ഓരോ സ്ഥലത്തും വണ്ടി നിർത്താൻ പറഞ്ഞുകൊണ്ടിരിക്കരുത്, ഒന്ന് സ്ഥലം ഇങ്ങനെ കാണാൻ. വലിയ അത്ഭുതമായിരുന്നു. എങ്ങനെ ഇങ്ങോട്ട് എത്തുക, ആ യാത്ര തന്നെ വലിയ അത്ഭുതമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 500 കിലോമീറ്റർ ഉണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക്. അത് പോട്ടെ, ആ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ സ്വഹാബത്ത് വന്നു അല്ലേ? ആവിക്കപ്പലും അച്ചടി യന്ത്രമൊക്കെ എന്നാ കണ്ടുപിടിച്ചത്? ഏത് നൂറ്റാണ്ടിലാണ് കണ്ടുപിടിച്ചത്? വളരെ അടുത്ത കാലഘട്ടത്തിലാണ് ആവിക്കപ്പലും അച്ചടി യന്ത്രമൊക്കെ കണ്ടുപിടിക്കപ്പെടുന്നത്. വിമാനം കണ്ടുപിടിക്കപ്പെടുന്നത് എത്ര കൊല്ലമായി? വിമാനം കണ്ടുപിടിക്കപ്പെട്ടിട്ട് റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചിട്ട് എത്ര കൊല്ലമായി? പക്ഷേ കേരളത്തിൽ കൊടുങ്ങല്ലൂർ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയിൽ നിന്ന് സ്വഹാബികൾ കൊടുങ്ങല്ലൂർ വന്നു. അവരെങ്ങനെയാണ് യാത്ര ചെയ്തിട്ടുണ്ടാവുക? നമ്മൾ ആലോചിച്ച് നോക്കുക, എങ്ങനെയായിരിക്കും 10,000-3000 കിലോമീറ്റർ അറബിക്കടലിൻ്റെ തിരമാലകൾക്കിടയിലൂടെ ആ മനുഷ്യരെങ്ങനെയാണ് കപ്പലില്ലാത്ത, ആവിക്കപ്പലും അച്ചടി യന്ത്രങ്ങളും കണ്ടുപിടിക്കപ്പെടാത്ത, വിമാനങ്ങളില്ലാത്ത, സൗകര്യങ്ങളില്ലാത്തൊരു കാലത്ത് എങ്ങനെയായിരിക്കും അവർ യാത്ര പുറപ്പെട്ടിട്ടുണ്ടാകുക? മരക്കഷ്ണങ്ങളിലൊക്കെ തിരമാലകൾക്കിടയിലൂടെ സ്വഹാബികൾ അത് മുറിച്ചു കടന്ന് അവരെത്തിച്ചത് അവരുടെ മനസ്സിൽ ഒരു ലക്ഷ്യമുള്ളത് കൊണ്ടാണ്. ആ ലക്ഷ്യമാണ് ഈ ദഅവത്ത് എത്തിക്കുക എന്നുള്ളത്. പ്രവാചകൻ്റെ വസിയത്ത് പാലിക്കുക എന്ന ഉത്തരവാദിത്തം നിർവഹിച്ചത് കൊണ്ടാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലേക്കും സ്വഹാബത്ത് യാത്ര പോയത്. ഒന്നും അവർക്ക് തടസ്സമായിരുന്നില്ല. ഇപ്പം നിങ്ങൾ കാസർഗോട്ട് നിന്ന് കാനങ്ങാട്ടേക്ക് ഒന്ന് നടന്നു പോകാൻ പറഞ്ഞാൽ നമുക്ക് എത്ര ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും? അതിൽ എത്ര കിലോമീറ്റർ ഉണ്ട്? 20 കിലോമീറ്റർ അല്ലേ? പക്ഷേ എത്ര രാജ്യങ്ങളിലാണ് സ്വഹാബത്ത് ആ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പെത്തിയ രാജ്യങ്ങളുടെ കണക്കെടുത്താൽ ആഫ്രിക്കയും ഏഷ്യൻ വൻകരകളിലും ആഫ്രിക്കൻ വൻകരകളിലും യൂറോപ്പിലും ഒക്കെ യാത്ര ചെയ്തെത്തിയ സ്വഹാബകളുടെ എണ്ണം എത്രയാണ്? എത്ര മണിക്കൂറുണ്ട് സൗദി അറേബ്യയിൽ നിന്ന് കേരളത്തിലേക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്താൽ? ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഫ്ലൈറ്റിൽ എത്തണമെങ്കിൽ എത്ര മണിക്കൂർ യാത്ര ചെയ്യണം? 5.5 മണിക്കൂർ വിമാനത്തിൽ യാത്ര ചെയ്യണം. അവരെങ്ങനെയായിരിക്കും? അവരുടെ മനസ്സെന്തായിരിക്കും? യഥാർത്ഥത്തിൽ നമുക്കിവിടെ നിന്ന് കിട്ടേണ്ട മനസ്സതാണ്. ഈ ഒരു സന്ദേശത്തെ റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏൽപ്പിച്ചു തന്ന ഈ ഒരു ഉത്തരവാദിത്തത്തെ മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഒരു ലക്ഷ്യബോധമായിരിക്കണം, മനസ്സായിരിക്കണം ഇത്തരം ഒരു ക്യാമ്പുകളിൽ നിന്ന്, ഇത്തരം മീറ്റിങ്ങുകളിൽ നിന്ന് ഒക്കെ നമുക്ക് ഉണ്ടായിത്തീരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ഇത് ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു കരുത്തുണ്ടാകാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മൾ വളരെ നിസ്സാരന്മാരായ ആൾക്കാരാണ്, വളരെ ദുർബലരാണ്. നമ്മൾ വിചാരിക്കുക നമ്മളൊക്കെ ഭയങ്കര അത്യാവശ്യം കഴിവുള്ള, അത്യാവശ്യം നല്ല ശരീരമുള്ള, അത്യാവശ്യം നല്ല കരുത്തുള്ള ആളുകളാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ മനുഷ്യരെത്ര ദുർബലരാണ്. നമ്മളിങ്ങനെ ഒരു ബൈക്കിൽ നല്ല സ്പീഡിൽ ഓടിക്കണം, ബൈക്ക് ഓടിക്കണം, സ്കൂട്ടർ ഓടിക്കണം, ഒരു നായായിട്ട് വട്ടം ചാടി, എന്താ സംഭവിക്കുക? നായനെ കുത്തി. നമ്മൾ ഓടിക്കുന്ന 2 വീലർ നായനെ കുത്തി. ആരൊക്കെ വീഴും? നായയും വീഴും, നമ്മളും വീഴും. നമ്മൾ വിചാരിക്കുക നായൻ്റെ ഒരു കാലൊടിഞ്ഞു, നായൻ്റെ ഒരു കാല് ഒടിഞ്ഞു എന്ന് വിചാരിക്കുക. അവിടെ നടക്കുന്ന അടുത്ത സംഭവം എന്താ? ഒരു നായൻ്റെ ഒരു കാലൊടിഞ്ഞാൽ എന്താ സംഭവിക്കുക? നായ 3 കാലും കുത്തിയിട്ട് ഈ കാലിങ്ങനെ മടക്കി പിടിച്ച് നായൻ്റെ വഴിക്ക് ഒന്ന് കരഞ്ഞ് പോവും. നമ്മളോ രണ്ടാമത് വീണ നമ്മളവിടെ കിടക്കണുണ്ടല്ലോ. നമ്മുടെ അവസ്ഥ എന്താ? കാലൊന്ന് പൊട്ടി, ആള് വരണം, എടുക്കണം, ആംബുലൻസിൽ കയറ്റണം, ആശുപത്രിയിൽ കൊണ്ടുപോകണം, ഈ കാലിൽ പിന്നെ കമ്പി ഇടണം, പ്ലാസ്റ്റർ ഇട്ടണം. 1 കൊല്ലം കഴിഞ്ഞ് ഇത്തിരി നടക്കുമ്പോഴൊക്കെ ലേശം ഒരു ചെരിവുണ്ട്. അപ്പം ഇങ്ങനെ എന്താ, 1 കൊല്ലം മുമ്പ് വീണതാ, അപ്പോൾ കാലൊന്ന് ഒടിഞ്ഞതാ, അന്ന് കമ്പി ഇട്ടപ്പോൾ നടക്കാൻ ചെറിയൊരു തടസ്സമുണ്ട്. ഈ നായനെ പിന്നെ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വരില്ല, പക്ഷെ ആ നായ ഉണ്ടാവും. ആ നായൻ്റെ പ്രത്യേകത എന്താ അറിയോ? 3 മാസം കഴിഞ്ഞാൽ ആ നായ 4 കാലിൽ പോവും. ആ നായൻ്റെ ഒരു ആശുപത്രിയിലും പോകുന്നില്ല,
ഒരു ഒരു ആംബുലൻസിലും കയറ്റുന്നില്ല, ഒരു കമ്പി ഇടുന്നില്ല, ഒരു പ്രയാസവും അതിനുണ്ടാകുന്നില്ല. ഞാനീ പറഞ്ഞു വന്നത് അതിൻ്റെ അത്രയും കഴിവില്ലാത്ത ദുർബലരാണ് മനുഷ്യരെന്ന് പറയുന്നത്. നമ്മൾ അത്രയും നിസാരരാണ്, അത്രയും നിസാരരാണ് മനുഷ്യർ. പക്ഷെ നമുക്ക് അല്ലാഹു അതിനേക്കാളും വലിയൊരു കഴിവ് നൽകിയത് നമുക്ക് ചിന്തിക്കാനും ആലോചിക്കാനും തിരിച്ചറിയാനും ഒക്കെയുള്ളൊരു വിവേചന ബുദ്ധി, വിവേകം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. അത് ഉപയോഗിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിച്ച് ആ തൗഹീദ് എത്തിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് യഥാർത്ഥം. അതാണ് ശരിക്കും ISM MSM ഒക്കെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ISM MSM ഒക്കെ നമ്മൾ കണ്ടു. ഇത് ഈ പേര് കൊണ്ട് അർത്ഥമാക്കുന്നത് ഒന്നുമില്ല, വേറൊന്നുമില്ല. ഇപ്പം ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന നിഅമത്ത്, ആ അനുഗ്രഹം, അതിലേറ്റവും വലുതാണ് ഹിദായത്ത്. ആ ഹിദായത്ത് നമ്മളല്ലാത്ത നമ്മുടെ സുഹൃത്തുക്കൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് ഈ കൂട്ടായ്മക്ക് നിർവഹിക്കാനുള്ളത്. അപ്പം നമ്മൾ അതിൻ്റെ അംഗങ്ങളായി നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. ലോകത്ത് ആർക്കും നിർവഹിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനമാണ് ദഅവത്ത്. എല്ലാവരും നിർബന്ധമായും ചെയ്തിരിക്കേണ്ട പ്രവർത്തനം കൂടിയാണ് ഏത്? ദഅവത്ത്. നിസ്കാരം പോലെ, നോമ്പ് പോലെ, സക്കാത്ത് പോലെ, ആരാധനകൾ പോലെ എല്ലാ മനുഷ്യരും നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ ആദർശത്തിൻ്റെ പ്രബോധനം. അതിലൊരു വിട്ടുവീഴ്ച ആർക്കും ഏതൊരാൾക്കും ചെയ്യാം. അപ്പോൾ ആളുകളുടെ പൊതുവെയുള്ള ധാരണ എന്താ വെച്ചാൽ അതൊക്കെ മൗലവിമാർക്ക്, ഒക്കെ നമ്മുടെ അലി സലഫിയെ പോലുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ അത് നബീൽ സ്വലാഹിയെ പോലുള്ള ആളുകൾക്ക്, അത് പഠിച്ച പണ്ഡിതൻ പ്രസംഗിക്കാൻ കഴിയുന്ന, എഴുതാൻ കഴിയുന്ന ആളുകളൊക്കെ മാത്രം നിർവഹിക്കേണ്ട ഒരു കാര്യമാണ് ദഅവത്ത് എന്നുള്ളതാണ് പൊതുവെ ആളുകളുടെയൊക്കെ ഒരു ധാരണ. അല്ല, മനുഷ്യരായ മുഴുവൻ ആളുകൾ നിർവഹിക്കേണ്ട ഒരു ബാധ്യതയാണ് ഏത്? ദഅവത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധനം എന്ന് പറഞ്ഞാൽ മനുഷ്യരാണോ നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആർക്കും ചെയ്യാം. എത്ര നിസ്സാരാണെന്നറിയോ? ഇപ്പോൾ കഴിഞ്ഞ 2023 ജനുവരിയിൽ മലയാള പത്രങ്ങളിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാം വിമർശനങ്ങൾ കുറയുന്നു. അതിലേറ്റവും കൂടുതൽ ഇസ്ലാം വിമർശനങ്ങൾ കുറയുന്ന ഒരു പ്രദേശം ലിവർപൂളാണ്. ലിവർപൂൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ പെട്ടെന്ന് കുറേ ആൾക്കാരെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വരും. അവിടെ നല്ലൊരു ഫുട്ബോൾ ക്ലബ്ബുണ്ട് അല്ലേ? ലോകത്തെ വളരെ പ്രസിദ്ധമായ ഒരു ഫുട്ബോൾ ക്ലബ്ബുള്ള പ്രദേശമാണ് ലിവർപൂൾ. ഒരു നാടിൻ്റെ പേരാണ്. അവിടെ ഒരു ഫുട്ബോൾ ക്ലബ്ബും ഉണ്ട്. ഫുട്ബോള് ഇഷ്ടമാണോ? ഇഷ്ടമല്ല? നല്ല കളി കേട്ടോ. ഫുട്ബോളൊക്കെ നമ്മൾ കളിക്കണം. അതൊക്കെ നമ്മുടെ ക്രിക്കറ്റാ? ഫുട്ബോള് ക്രിക്കറ്റിനേക്കാളും. അപ്പോൾ ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഫുട്ബോൾ ക്ലബ്ബുള്ള സ്ഥലമാണ് ലിവർപൂൾ. ലിവർപൂളിൽ എന്തുകൊണ്ടാണ് ഇസ്ലാം വിമർശനങ്ങൾ കുറയാനുള്ള കാരണം എന്ന് പഠനം നടത്തുമ്പോൾ അവിടെ ഉള്ള കാരണം, അവിടെ ഒരു ചെറുപ്പക്കാരനുണ്ട് ലിവർപൂളിൽ. അയാൾ ബ്രിട്ടീഷുകാരനല്ല, അയാൾ ഈജിപ്തുകാരനാണ്. ഈജിപ്തുകാരനായ മുസ്ലിം ചെറുപ്പക്കാരനാണ് അവിടെ ഇസ്ലാം വിമർശനങ്ങൾ കുറയാനുള്ളതിൻ്റെ അടിസ്ഥാനപരമായ കാരണം. അതിൻ്റെ ഒരു റിപ്പോർട്ടുകൾ വരുമ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് സലാം എന്നാണ്. മുഹമ്മദ് സലാമിൻ്റെ പ്രത്യേകത എന്താണ്? എതിരാളികളുടെ കാലുകൾക്കിടയിലൂടെ തലച്ചോറ് കൊണ്ടാണ് മുഹമ്മദ് സലാം ഫുട്ബോൾ കളിക്കുന്നത്. ഇങ്ങനെയുള്ള കുറേ കളിക്കാരുണ്ട്. ഞാനൊന്നും മുപ്പരാളല്ല, ഞങ്ങളൊക്കെ റയൽ മാഡ്രിഡിൻ്റെ ആൾക്കാരാണ്. പക്ഷേ ആ മുസ്ലിം ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ വീഡിയോസും അദ്ദേഹത്തിൻ്റെ ഫോട്ടോസും ഒക്കെ ധാരാളം നമുക്ക് ട്വിറ്ററുകളിലും ഇതിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം. ഖുർആൻ വിമാനത്തിലെടുത്ത് ഖുർആൻ പാരായണം ചെയ്യുന്ന, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ വായിക്കുന്ന ആ ഒരു ലോകത്തെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും ആ ഇസ്ലാമിൻ്റെ വ്യക്തിത്വത്തെ കാത്തു സൂക്ഷിക്കുന്ന ആ ചെറുപ്പക്കാരനെ കണ്ട് അവിടെ എഴുതി വെച്ച കവിതകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ലിവർപൂളിൻ്റെ ചുവരുകളിൽ എഴുതി വെച്ച വരികളുണ്ട്. ഞങ്ങൾ പബ്ബുകളിൽ ഇരിക്കുന്നതിനേക്കാളേറെ, ഞങ്ങൾ ബാറുകളിൽ ഇരിക്കുന്നതിനേക്കാളേറെ മുഹമ്മദ് സലാഹിൻ്റെ കൂടെ പള്ളികളിലിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് അവിടെയുള്ള ചെറുപ്പക്കാർ എഴുതി വെക്കുന്ന വരികളുണ്ട്. അപ്പോൾ ഇത് ആർക്കും നിർവഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ പള്ളിയിൽ ഖുതുബ പറയുന്ന ഹത്തീബുമാർ മാത്രം നിർവഹിക്കേണ്ട നമ്മുടെ ജീവിതമാണ് യഥാർത്ഥത്തിൽ ദഅവത്ത് എന്ന് പറയുന്നത്. ജീവിതം കൊണ്ട് നമുക്ക് ഈ പ്രബോധന പ്രവർത്തനങ്ങളെ നിർവചിക്കാൻ കഴിയണം. ആളുകൾക്ക് മുന്നിൽ നല്ലൊരു മുസ്ലിമാണ്, വക്കാല ഇന്നനി, ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയുന്നവനേക്കാൾ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വക്കാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ആരാണ് ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ?
ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയുന്നവനേക്കാളും നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട് എന്നാണ് ഖുർആൻ്റെ ചോദ്യം. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് പറയാൻ കഴിയണം. അത് നമുക്ക് തന്നെ മാതൃകയാകാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ആരെയാണ് ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയുക? നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. ഫോൺ എടുത്തിട്ട് ബൈക്കിൽ ഇങ്ങനെ വേഗത്തിൽ പോവുകയാണ്, അപ്പോഴൊരു കോൾ വരണത്. കോളെടുത്ത് നമ്മൾ ബൈക്കിൽ ബാക്കിലിരിക്കുന്നവനെ ഒരു ഖുർആൻ ക്ലാസ്സൊക്കെ കൊണ്ടുവരാൻ പോയതാ, അല്ലെങ്കിൽ അവനെ ഇത്തരം ഒരു മീറ്റിങ്ങിലേക്ക് ക്ഷണിക്കാൻ പോയതാണ്. അപ്പോൾ ഫോൺ വന്നപ്പോൾ ഫോണിൽ കൂടെ അവൻ പറയും, എടാ ഞാനിവിടെ നാട്ടിലില്ല, ഞാൻ കോഴിക്കോടാണുള്ളതെന്ന് പറയും. കാസർഗോഡ് ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ നിന്നിട്ടായിരിക്കും ഫോണിൽ കൂടി പറയുന്നത് ഞാൻ കാസർഗോഡ് നിൽക്കാന്ന് പറഞ്ഞു. ഇത് കേൾക്കണ ആൾ നമ്മൾ ഖുർആൻ ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് കേൾപ്പിച്ചത് എന്താണ്? കള്ളം പറയരുത്, നുണ പറയുന്നത് ദീനല്ല, അത് ഒരു വിശ്വാസിയുടെ ഗുണമല്ല, ഇസ്ലാമിൻ്റെ ഗുണമല്ല. നമ്മൾ കൊണ്ടുപോയ ആൾ കേട്ട് പഠിച്ചു വരികയാണ്, ഇത് കേട്ട് നമ്മൾ വരികയാണ്. അപ്പോൾ കൂടെ ഇരിക്കുന്നതിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഫോൺ വന്നപ്പോൾ പറയണം, എടാ ഞാൻ ഇവിടെ ഇല്ല, നാട്ടിലില്ല, അത് ഇപ്പം കോഴിക്കോടാണ്, നാളെ ഉണ്ടാവും, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഏതെങ്കിലും ഒരു സാധു വിളിച്ചായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മാതൃകയാകാൻ കഴിയുക? നമ്മുടെ ജീവിതം കൊണ്ട് പ്രബോധനം ചെയ്യാൻ കഴിയണം. ജീവിതത്തിൽ ഒരിക്കലും എന്ത് ചെയ്യുക? കള്ളം പറയരുതെന്ന് പറഞ്ഞാൽ കളവ് പറയരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ സ്വഭാവം നന്നാക്കുന്ന നിസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളോടൊപ്പം കളിക്കുമായിരുന്നു. ഈ MSM എന്നാൽ കളിക്കാൻ പറ്റില്ല, അതൊന്നുമില്ല, ഒരു വിനോദങ്ങളില്ല, കളിയില്ല, അങ്ങനെയല്ല. ഇസ്ലാം റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരിക്കൽ പ്രവാചകനേക്കാളും വലിയൊരു മുസ്ലിം ഉണ്ടോ? റസൂലുള്ള ഒരിക്കൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറയുന്നൊരു വാക്കുണ്ട്, ആയിഷ നമുക്കൊരു ഓട്ട മത്സരം നടത്താം. ഇങ്ങനെ എന്തൊരു നബിയ ഓട്ട മത്സരം നടത്തുന്നത്, ഭാര്യയോടൊപ്പം കളിക്കുന്നത്. നമ്മളിങ്ങനെ ഒന്ന് നമ്മുടെ മനസ്സിൽ ഇമാജിൻ ചെയ്ത് നോക്കിയാൽ നമ്മുടെ വാപ്പയും ഉമ്മയും കൂടി ഓട്ട മത്സരം നടത്തണത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് നമുക്ക് ഇങ്ങനെ ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ ചുണ്ടുകൾ ഇങ്ങനെ ചെയ്യും വരും. റസൂൽ തന്നെ ഓട്ട മത്സരം നടത്തിയേ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോടൊപ്പം ഓടുന്ന പ്രവാചകൻ. ഹദീസുകളിൽ കാണാം, പ്രവാചകൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ സമ്മതിക്കും, അവർ രണ്ടാളും കൂടി ഓടിയാണ്. അവിടെ ആയിഷ ബീബി ജയിക്കും, പ്രവാചകൻ അന്ന് എന്ത് ചെയ്യും? തോൽക്കും. ഇപ്പോൾ റസൂലുള്ളാഹിന്റെ മനസ്സിൽ ഇങ്ങനെ കുറിച്ച് വെച്ചിട്ടുണ്ട്, ഈ തോറ്റത് ഇങ്ങനെ ഒരു ഇങ്ങനെ വരനോടാണല്ലോ തോറ്റത്. എന്തായാലും തോൽവി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു തോൽവി തന്നെയാണല്ലോ. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് തടിയൊക്കെ കൂടി കുറച്ച് മടിയൊക്കെ പിടിച്ചെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പിന്നെയും ചെന്ന് റസൂലുള്ളാഹി ചോദിച്ചു, ഇന്നൊരു ഓട്ട മത്സരത്തിനുണ്ടോ ചോദിച്ചു. അപ്പോൾ പഴയ ഓർമ്മയിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞാൽ ഓടാന്ന് പറഞ്ഞ് അങ്ങനെ ഓടി. അന്ന് ആയിഷ ബീബി തോറ്റ്. അപ്പോൾ റസൂലുള്ളാഹി എന്നിട്ട് പറഞ്ഞു, ഹാദാ ബിദാക്ക്, ഇത് അന്നത്തതിന് പകരാട്ടോ. ഇതാ നബി. കളിക്കുന്നതിന് ഇസ്ലാം എന്തെങ്കിലും തടസ്സമാണോ? ISM MSM എന്ന് പറഞ്ഞ വിനോദങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ? കളിക്കാൻ തടസ്സമുണ്ടോ? നമ്മുടെ ജീവിതം. പക്ഷേ പ്രവാചകൻ്റെ പ്രത്യേകത, പ്രവാചകൻ കളിക്കുമായിരുന്നു കുട്ടികളുടെ കൂടെ. പക്ഷെ പള്ളിയിൽ നിന്ന് വാങ്ങ് കേട്ട ആ കുട്ടികളുടെ വിരലിൽ പിടിച്ച് പ്രവാചകൻ പള്ളിയിലെത്തുമായിരുന്നു. അവിടെയാണ് MSM ISM പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് കളിക്കാൻ അനുവാദമുണ്ട്, പക്ഷെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ ആ കളി നിർത്തി പള്ളിയിലേക്ക് എത്താൻ മടിയില്ലാത്ത മാനസികാവസ്ഥയിലേക്ക് എത്തുക എന്നതാണ് ഒരു ISMകാരൻ്റെയും MSMകാരൻ്റെയും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു വളർച്ചയെന്ന് പറയുന്നത്. അത് നമുക്ക് ഉണ്ടാകണം. അവിടെ ഒന്നും നമുക്ക് തടസ്സമല്ല. തമാശ പറയാൻ തടസ്സം, നീ പറയല് MSM അതിലൊക്കെ പോയാൽ ഒരു തമാശ പറയാൻ പറ്റുമോ? ഒരു തമാശ പോലും ചിരിക്കാൻ പറ്റുമോ? അതിലൊന്നും പറ്റില്ല. എല്ലാവരും ഇങ്ങനെ പള്ളിയിൽ ഇരിക്കണം, ദിക്ർ ചെല്ലണം, ഖുർആൻ ഓതണം. അതല്ല ദീനെന്ന് പറയുന്നത്. പള്ളിമൂലകളിൽ ചടഞ്ഞിരുന്ന് എപ്പോഴും ദിക്ർ ചൊല്ലി ഖുർആൻ ഓതിയിരിക്കുന്ന മുസ്ലിമിനെ അല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആളുകളോട് ചിരിക്കുന്ന, തമാശ പറയുന്ന, അവരുടെ കൂടെ നടക്കുന്ന, അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്ന ഒരാളായിരുന്നു പ്രവാചകൻ. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവായിട്ട് ഒരിക്കൽ ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്, ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി ഈത്തപ്പഴം തിന്ന് കുരു മുന്നിൽ വെക്കും. അലി റളിയല്ലാഹു അൻഹു ഈത്തപ്പഴം കഴിച്ചിട്ട് ആ കുരുവും കൂടി പ്രവാചകൻ്റെ മുന്നിലേക്ക് വെക്കും. അങ്ങനെ റസൂലുള്ളാഹിൻ്റെ മുന്നിൽ കുറേ ഈത്തപ്പഴത്തിൻ്റെ കുരു ഇങ്ങനെ കൂടി, എണ്ണം കൂടി ഇങ്ങനെ ഇരിക്കുക. അലി റളിയല്ലാഹു അൻഹു അധികം ഒന്നുമില്ല. അപ്പോഴാണ് ആളുകൾ, സ്വഹാബികൾ ഇങ്ങനെ റസൂലുള്ളാഹിനെ സന്ദർശിക്കാൻ വേണ്ടി കയറി വരിക. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയും, നിങ്ങൾ നോക്കി, ഈ നബി എന്തൊരു തീറ്റാണ്, എത്ര എങ്ങനെ കഴിച്ച കുരുവൊക്കെ നോക്കാൻ പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഉയർത്തിയിട്ട് പറഞ്ഞു, ഞാൻ കുരുവെങ്കിലും ബാക്കി വെച്ചല്ലേ, അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്താ ചോദിച്ചു. ഇതുപോലും ബാക്കിയില്ല, ആ അടക്കം കഴിച്ചില്ല എന്നാ. അപ്പോൾ ഈ തമാശ പറയുന്ന, കുട്ടികളോട് കളിക്കുന്ന, ചിരിക്കുന്ന, ഇത് ഒരു 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 MSM ആയാലും ISM ആയാലും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇതിലൊന്നും നമുക്ക് എന്തില്ല, മാറ്റിവെച്ച് നിർവഹിക്കേണ്ട ഒന്നല്ല പ്രബോധന പ്രവർത്തനം. ഒരു ദായി എന്ന് പറയുന്നത്, ഒരു പ്രബോധകൻ എന്ന് പറയുന്നത് ആരോടും ചിരിക്കാൻ പാടില്ല, അവരോടൊന്ന് കളിക്കാൻ പാടില്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവരോടും ഒപ്പം നടക്കുന്ന, എല്ലാവരും ഒന്നിച്ച് നിർവഹിക്കാൻ കഴിയുന്ന വളരെ ഒരു 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 സന്തോഷം നൽകുന്ന പ്രവർത്തനത്തിൻ്റെ പേരാണ് ദഅവത്ത് എന്ന് പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധനം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഒരാളാകേണ്ടത്. നമ്മൾ മാതൃകയാകണം. ഇപ്പം മദീനയിലെ ഈത്തപ്പന മാർക്കറ്റിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇങ്ങനെ ചെല്ലുമ്പോൾ
ഈത്തപ്പഴങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ട് കച്ചവടം നടത്തിയാണ്. ഒരുപാട് ടൈപ്പ് ഈത്തപ്പഴം ഉണ്ടല്ലോ. ഇപ്പോൾ സൗദി അറേബ്യ പോയി ആളുകൾക്കറിയാം, കുറേ ടൈപ്പ് ഈത്തപ്പഴങ്ങൾ ഉണ്ടാവും. നല്ല വിലപിടിപ്പുള്ള ഈത്തപ്പഴങ്ങൾ ഉണ്ടാവും. അജുവ ഈത്തപ്പഴമൊക്കെ കൂട്ടിയിട്ട് കച്ചവടം നടത്തുന്നതിൻ്റെ സൈഡിൽ ഈ ചെള്ളി ഈത്തപ്പഴങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ പറിച്ചെടുക്കുമ്പോൾ തെറിച്ച് വീഴുന്ന ചെള്ളി ഈത്തപ്പഴങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ട് ഒരാൾ കച്ചവടം നടത്തി. ഇത് ആർക്ക് വേണം, ആർക്ക് വേണം. പക്ഷെ ആരാണത് മൈൻഡ് ചെയ്യുക? ഒരാളും അത് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ പിന്നാലെ ഇങ്ങനെ ചെന്നിട്ട് അയാളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച്, എൻ്റെ പ്രവാചകൻ ഇങ്ങനെ അയാളെ അങ്ങനെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഒരാളെ പിടിച്ചിട്ട് ഇങ്ങനെ ഉയർത്തുമല്ലോ. അപ്പോൾ നബി ഇങ്ങനെ ഉയർത്തിയിട്ട് ചോദിച്ചു, ആർക്ക് വേണം ഇയാളെ, ആർക്ക് വേണം ഇയാളെ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ചോദിച്ചു, പ്രവാചകരെ, ഞാൻ ഈ കച്ചവടം നടത്തുന്ന ഈത്തപ്പഴം പോലെ ഒരു വിലയില്ലാത്ത ഒരാളാണോ ഞാനും? അതുകൊണ്ടാണോ നിങ്ങൾ എന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ആർക്ക് വേണമെന്ന് ചോദിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൊക്കെ അത് കേട്ടപ്പോൾ ഭയങ്കര ഒരു വിഷയം. അയാൾ ഇങ്ങനെ അടുപ്പിച്ച് പ്രവാചകൻ പിടിച്ചിട്ട് അയാൾ പറഞ്ഞു, അള്ളാഹുവിനും റസൂലിനും അടുത്തത് ഈ വളരെ വിലപിടിപ്പുള്ളവനാണ് എന്ന് അയാളെ റസൂൽ അങ്ങനെ പറയണം. അപ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവരോടും നന്നായി സംസാരിക്കുന്ന, എല്ലാവരോടും കളിക്കുന്ന, എല്ലാവരോടും ചിരിക്കുന്ന, വർത്തമാനം പറയുന്ന, എല്ലാ കാര്യത്തിലും എല്ലാവരെയും സഹായിക്കുന്ന ഒരു 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 പ്രബോധകനാകുക എന്നതാണ്, ഒരു മാതൃകായോഗ്യനായ മനുഷ്യനാവുക എന്നതാണ് ഈ രണ്ട് പേരുകൾ നമ്മളെ ലക്ഷ്യം വെക്കുന്ന. നല്ല മനുഷ്യരാവുക, നല്ല ആളുകൾക്കിടയിൽ മാതൃകായോഗ്യരായി ജീവിക്കാൻ കഴിയുന്ന പ്രബോധകരാകുക എന്നതാണ് ഈ ക്യാമ്പിൻ്റെ ആത്യന്തികമായ ഒരു ലക്ഷ്യം. ഖുർആനുമായി നമുക്ക് ബന്ധമുണ്ടാകണം, ദീനുമായി നമുക്ക് ബന്ധമുണ്ടാകണം. അപ്പോൾ ഖുർആനുമായി അത്യാവശ്യം ഖുർആൻ ഹാഫിളായ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? മുഴുവൻ മനപ്പാടാക്കിയ ആൾക്കാരെങ്കിലും ഉണ്ടോ? ഒരാളുണ്ടല്ലേ, ഇൻഷാ അല്ലാഹ്. എന്താ പേര്? ഹാജർ. അപ്പോൾ നമുക്ക് ഖുർആനുമൊക്കെ ആയിട്ട് ഒരു ബന്ധം ഉണ്ടാകണം ജീവിതത്തിൽ. അത് യാസീൻ അറിയോ? പണ്ട് നമ്മൾ മദ്രസയിൽ ഒരാൾ യാസീൻ പഠിപ്പിച്ച മാതിരിയൊന്നും അല്ലല്ലോ. ഉസ്താദ് ഇങ്ങനെ യാസീൻ ഓതാൻ പറഞ്ഞു. അപ്പോൾ കുട്ടി ഇങ്ങനെ വന്നിട്ട്, ആരാ പഠിച്ചത്? ഉസ്താദ് ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വന്ന്, യാസീൻ വൽ ഖുർആൻ ലക്കി ഇന്നക്കൽ മുസ്ലിം അലാ സിറാത്തിൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇങ്ങനെയാണോ പഠിച്ചത്? അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഖുർആനുമായി നമുക്ക് കുറച്ചൊക്കെ എന്ത് ചെയ്യണം? ഒരു ബന്ധമുണ്ടാണ്. ഖുർആൻ എന്ന് പറയുന്നത് നമുക്കൊരു കരുത്താണ്, ഒരു ആത്മവിശ്വാസമാണ്. അത് നമുക്ക് ജീവിതത്തിൽ വെളിച്ചം നൽകുന്ന, ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. ഖുർആൻ ഒന്ന് വായിച്ച് തീർക്കുക എന്നത്, ഖുർആനിലൂടെ കടന്നു പോവുക എന്നത്, അത് നമുക്ക് ജീവിതത്തിൽ വലിയ വെളിച്ചം നൽകും. അപ്പം ഒരു ക്യാമ്പ് കഴിഞ്ഞാൽ, ഇപ്പോൾ നാളെ സുബഹിസ്കാരം കഴിഞ്ഞാൽ ഒരു 2 പേജ് ഖുർആൻ നമുക്ക് ഓതാൻ കഴിയണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയണം. അങ്ങനെ ഇത്തരം ക്യാമ്പുകളിൽ നിന്നൊക്കെ നമ്മൾ ഉയർന്നു വരണം. ഇപ്പം നിസ്കാരം എന്ന് പറയുന്നത് വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസമാണ് നിസ്കാരം. അപ്പം നിസ്കരിക്കാത്ത ആളുകളുടെ പ്രത്യേകത എന്താ? അയാൾ അവിശ്വാസിയാണ്. കാരണം വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസമാണ് നിസ്കാരം. അപ്പം നിസ്കരിക്കാത്ത ആളുകൾ ആരാണ്? അവിശ്വാസിയാണ്. നാളെ പരലോകത്ത് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയം ഏതാണ്? നമസ്കാരത്തെക്കുറിച്ചാണ്. നിസ്കാരത്തെക്കുറിച്ച് പറയാതെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയില്ല. ആകാശയാത്ര നടത്തി ജിബ്രീലുമായിട്ട് പ്രവാചകൻ ആകാശയാത്ര നടത്തി പോകുമ്പോൾ ഒരു കാഴ്ച കാണിയാണ്. ഒരു മനുഷ്യനെ ഒരു വലിയ പാറക്കല്ലെടുത്തിട്ട് ഒരാളുടെ തല ആ പാറക്കല്ല് കൊണ്ട് അടിച്ച് തകർക്കുകയാണ്, ചിതറിത്തെറിക്കുകയാണ് പാറക്കല്ല്, അയാളുടെ തല. രക്തം ഇങ്ങനെ ഒഴുകി പോകുക. അപ്പോൾ പ്രവാചകൻ അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല. ആ വേദന കൊണ്ട് ആർത്ത് കരയുന്ന ആ മനുഷ്യരെ കണ്ടുമ്പോൾ പ്രവാചകൻ ചോദിക്കും, ഇതാരാണെന്ന് ചോദിക്കും. അപ്പോൾ നിസ്കാരം ഒഴിവാക്കുന്ന മനുഷ്യർ ഖബർ ശിക്ഷയ്ക്ക് മുമ്പാണ്, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളെ വിചാരണക്കൊക്കെ എടുക്കപ്പെടുന്നതിനൊക്കെ മുമ്പ് ശിക്ഷിക്കപ്പെടുന്ന വലിയ കുറ്റമാണ് നമസ്കാരം ഒഴിവാക്കുക എന്നത്. ഒരു കല്യാണം ഉണ്ടെങ്കിൽ ലോറ് ജമാഅത്ത് നിസ്കരിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും? അവിടെ നിസ്കാരം ഒഴിവാക്കാത്ത മനുഷ്യരുണ്ടാവുക എന്നതാണ് ISM MSM നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഒരു 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 വീട്ടിൽ, നമ്മുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ ലോറ് നിസ്കരിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും? നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സിനോടും ചോദിച്ചാൽ മതി. ഒരു സൽക്കാരമുണ്ടെങ്കിൽ അവിടെ ലോറും അസറൊക്കെ നിസ്കരിക്കുന്ന എത്ര ആളുകൾ നമ്മുടെയൊക്കെ കൂട്ടത്തിലുണ്ടാകും? നമ്മളിങ്ങനെ സുഹൃത്തുക്കളോടൊപ്പം ഒരു യാത്ര നടത്തുമ്പോൾ ആ യാത്രയിൽ നമസ്കാരങ്ങളുടെ കാര്യങ്ങളിൽ കൃത്യത പാലിക്കാൻ കഴിയുന്ന എത്ര ആളുകൾ ഉണ്ടാകും? അപ്പം എവിടെയായിരുന്നാലും, ഇപ്പോൾ MSMൻ്റെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു മുമ്പ്. റിലീജിയസ് സ്കൂളുകളായിരുന്നു. 10 ദിവസം സ്കൂളുകൾ, 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് +1 +2 റേഞ്ചിലൊക്കെയുള്ള കുട്ടികൾക്ക് 10 ദിവസങ്ങൾ ഉണ്ടാകുന്ന ക്യാമ്പാണ് റിലീജിയസ് സ്കൂൾ. അപ്പോൾ റിലീജിയസ് സ്കൂളിലൊക്കെ പങ്കെടുത്തിട്ട് ഒരു കുട്ടി നാട്ടിലെത്തി, വീട്ടിൽ വന്നു. അപ്പോൾ അവിടെ തഹജ്ജുദ് നിസ്കാരം ഉണ്ടാകും. തഹജ്ജുദ് നിസ്കാരം, സുബഹി ജമാഅത്തൊക്കെ കൃത്യമായി നിസ്കരിച്ച്, ഇതേപോലെ നിസ്കാരത്തിൻ്റെ ഗൗരവമൊക്കെ പഠിച്ച്
വീട്ടിലെത്തി സുബൈക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ അവൻ എണീറ്റു. കാരണം ഇന്നലെ വരെ വിളിക്കാൻ ആളുണ്ടായിരുന്നു, വിളിക്കാതെ അവരെ എഴുന്നേറ്റു. പക്ഷെ വാപ്പയും ഉമ്മയും കിടന്നുറങ്ങിയാണ്. സുബൈക്ക് എന്ത് ചെയ്യുന്നില്ല, എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ ഇവനെ അന്ന് നിസ്കരിച്ചു. പിറ്റേ ദിവസം അതേപോലെ സുബഹിസ്കരിക്കാൻ എഴുന്നേറ്റു, വാപ്പയും ഉമ്മയും കിടന്നുറങ്ങി. അപ്പം നിസ്കരിക്കാത്ത ആളുകൾക്കുള്ള അപകടത്തെക്കുറിച്ച് പഠിച്ച അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വാപ്പയും ഉമ്മയും കുറിച്ച് ഓർത്തിട്ട് അവന് ഒരു സമാധാനവും കിട്ടണില്ല. അപ്പം ഇവൻ നേരെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു മുസല്ല എടുത്ത് വാപ്പയും ഉമ്മയും കിടക്കണ റൂമിൻ്റെ മുന്നിൽ ആ മുസല്ല ഇട്ടിട്ട് ഉറക്കെ ബാങ്ക് വിളിക്കാൻ തുടങ്ങി. സുബൈ ബാങ്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ വാപ്പ ഇതുവരെ പള്ളിക്ക് നിന്ന് ബാങ്ക് കേൾക്കാത്ത, പെട്ടെന്ന് പള്ളിയിലാണോ ഉറങ്ങണമെന്ന് വെച്ചിട്ട് വാപ്പ ബേജാറായി. വാതിലുറന്ന് നോക്കുമ്പോൾ മോനിങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് മുസല്ലേക്ക് ഇട്ട് ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാൻ നിൽക്കുകയാണ്. പിന്നെ വാപ്പാക്കും ഉമ്മാക്കും നിസ്കരിക്കാതിരിക്കാൻ കഴിയുമോ? അവരെ ജീവിതത്തിൽ ആ കുടുംബത്തിൽ പിന്നീട് അവർ ആ നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. അവർ ആ മകനിലൂടെ അവരെന്ത് ചെയ്യാണ്, നന്മയിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പം അത്തരം നന്മകൾ ഉണ്ടാക്കുക എന്നതാണ് ഇത്തരം ക്യാമ്പുകളുടെ ആത്യന്തികമായ ലക്ഷ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഖുർആനുമായി ബന്ധം ഉണ്ടാകണം, ഖുർആനുമായി നമുക്കൊരു ആത്മബന്ധം ഉണ്ടാക്കാൻ കഴിയണം. അതേപോലെ നിസ്കാരം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയണം. ദഅവത്ത് അത് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും എപ്പോഴും നിർവഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതിനൊന്നും ഒരു തടസ്സവും ഇല്ലല്ലോ. ഇപ്പോൾ നിങ്ങൾക്കറിയോ, ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന 10,000-കണക്കിന് വരുന്ന മനുഷ്യർക്ക് വെളിച്ചമെത്തിച്ച ഒരു വലിയ പ്രബോധകൻ ഉണ്ടായിരുന്നു. അയാൾ ഉണ്ടായത്, അയാളുടെ പേര് ഞാൻ ലാസ്റ്റ് പറയാം. തമിഴ്നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പേരെന്താ? സ്റ്റാലിൻ അല്ലേ, MK സ്റ്റാലിൻ. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അറിയോ? കരുണാനിധി അല്ലേ. നമുക്ക് കരുണാനിധിയുടെ കൂടെ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേരെന്താ അറിയോ? DMK എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്താ? ദ്രാവിഡ മുന്നേറ്റ കഴകം. അതാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേര്. അത് തമിഴ് നാട്ടിൽ ഉണ്ടാക്കാൻ ഇവരുടെ കൂടെ ഏറ്റവും കഠിനാധ്വാനം ചെയ്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് പെരിയാർദാസൻ. വലിയ എഴുത്തുകാരനാണ്, ചിന്തകനാണ്, ബുദ്ധിജീവിയാണ്, സിനിമാ അഭിനേതാവാണ്. തമിഴ് ജനതയുടെ ആവേശമായിരുന്നു അദ്ദേഹം. ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് ഇയാൾ ജയിലിലടക്കപ്പെട്ടു. അങ്ങനെ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഒരു അഹമ്മദ് സലീം എന്നു പേരുള്ള ഒരു 35 വയസ്സ് പ്രായമുള്ളൊരു മുസ്ലിം ചെറുപ്പക്കാരനും ആ ജയിലിൽ ഇതേ സമയത്ത് ഇയാളുടെ കൂടെ ജയിലിലടച്ചു. അപ്പോൾ ഈ അഹമ്മദ് സലീം ഈ ഇന്ത്യയിൽ വളരെ പ്രശസ്തനായ ഒരാളാണല്ലോ തൻ്റെ കൂടെ ജയിലിലുള്ളത്. അയാൾക്ക് വേണ്ട ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. അങ്ങനെ ചെയ്തു കൊടുക്കുന്ന കൂട്ടത്തിൽ സലീം എന്താണ് ജയിലിൽ വരാനുള്ള കാരണമൊക്കെ അന്വേഷിച്ചു. അപ്പോൾ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് അയാൾ ജയിലിൽ വന്നത്. അങ്ങനെ ആശ്വസിപ്പിച്ച് പെട്ടെന്ന് പുറത്തിറങ്ങും, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ആശ്വസിപ്പിച്ച് ഒരു ദിവസം രാത്രി ഈ പെരിയാർദാസൻ ഇങ്ങനെ ഞെട്ടി എഴുന്നേറ്റ് എന്തോ ശബ്ദം കെട്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ കുറച്ചപ്പുറത്ത് മാറി ഈ അഹമ്മദ് സലീം അയാൾ എന്തോ ശബ്ദം കേൾക്കണം അയാളുടെ ഭാഗത്ത്. അയാളിങ്ങനെ ഇരിക്കണുണ്ട്, ശബ്ദം കേൾക്കാം. ചെന്ന് നോക്കുമ്പോൾ അയാൾ കരയാണ്, ഭയങ്കരമായ അയാൾ കരയുന്നു. കരയുന്നത് കേട്ടപ്പോൾ ഇയാൾക്ക് ഇങ്ങനെ ജയിലടച്ച വിഷമം കൊണ്ടാണ് കരയുന്നതെന്ന് കരുതിയിട്ട് ഇയാൾ ഈ പെരിയാർദാസനെ ആശ്വസിപ്പിച്ചു. കരയണ്ട, പെട്ടെന്ന് പുറത്തിറങ്ങാം എന്നൊക്കെ ആശ്വസിപ്പിച്ചപ്പോൾ ഒരു ഗ്രന്ഥം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് കരയണത്. ആ ഗ്രന്ഥം ചോദിച്ചു എന്താ? അപ്പോൾ അത് ഖുർആൻ്റെ തമിഴ് പരിഭാഷയാണ്. അപ്പോൾ അതൊന്ന് തരാൻ പറഞ്ഞു. അപ്പോൾ ഖുർആൻ്റെ തമിഴ് പരിഭാഷ കൊടുത്തു. നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ വിശ്വാസം എന്താ? ഖുർആൻ ആ മുസ്ലിങ്ങൾ തൊടാൻ പാടില്ല, തൊട്ട എന്താകും, കണ്ണ് പൊട്ടിപ്പോകുമെന്ന് വിശ്വസിക്കണ കാലത്ത് ജീവിക്കണ ആൾക്കാരെ ഇപ്പോഴും നമ്മൾ അല്ലേ. നമ്മൾ യൂട്യൂബിലെടുത്ത് ആലങ്കോട് ലീലാകൃഷ്ണൻ മാഷിൻ്റെ ഒരു പ്രസംഗമുണ്ട്. കേരളത്തിൽ വളരെ പ്രഗത്ഭനായ എഴുത്തുകാരനാണ് ആര്? ആലങ്കോട് ലീലാകൃഷ്ണൻ മാഷ്. യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം സെർച്ച് ചെയ്താൽ വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമുണ്ട്. അതിൽ ഈ ഇബ്രാഹിം ഖലീൽ തങ്ങൾ, കാന്തപുരം സമസ്ത, കേരളത്തിലെ ഏറ്റവും യാഥാസ്ഥിക സമസ്ത പണ്ഡിതന്മാരെ മുഴുവൻ സ്റ്റേജിലിരുത്തി അവരുടെ സ്റ്റേജിലാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം, എനിക്ക് ചെറുപ്പത്തിൽ കുറേ മുസ്ലിം കൂട്ടുകാരുണ്ടായിരുന്നു, ഖുർആൻ പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ അവരോട് ഖുർആൻ എനിക്ക് തരുമെന്ന് ചോദിച്ചു. ഒരാളും എനിക്ക് ഖുർആൻ തന്നില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നോടുള്ള വെറുപ്പ് കൊണ്ടല്ല, എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ തരാതിരുന്നത്. കാരണം എൻ്റെ കയ്യിൽ ഖുർആൻ തന്നാൽ ഞാൻ ഖുർആൻ തൊട്ടാൽ എൻ്റെ കണ്ണ് പൊട്ടിപ്പോകുമെന്നാണ് അവരുടെ ഉസ്താദുമാർ അവരെ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ കണ്ണ് പൊട്ടിപ്പോകരുത് എന്ന അവർക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അവരെന്ത് തരാത്തത്? ഖുർആൻ എനിക്ക് തരാത്തത്. ഞാൻ വളർന്നു വലുതായി, എനിക്ക് ഖുർആൻ കിട്ടി, ഞാൻ വായിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യരുടെ കണ്ണ് പൊട്ടിക്കുന്ന ഗ്രന്ഥമല്ല, അത് മനുഷ്യരുടെ കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥമാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ മാഷിൻ്റെ ഒരു വലിയ പ്രസംഗം യൂട്യൂബിൽ നമുക്കിപ്പോഴും കിട്ടും. അപ്പോൾ അക്കാലാണ് ഇന്നും നമുക്കിടയിൽ ഖുർആൻ തൊടാൻ പാടില്ല, വായിക്കാൻ പാടില്ല, മുസ്ലിങ്ങൾ കാണാൻ പാടില്ല, എന്തോ നമ്മുടെ ഒരു സ്വകാര്യ സ്വത്ത്, നമ്മളോ തുറന്നു നോക്കില്ല.
എപ്പോഴും സൂക്ഷിക്കേണ്ട എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടെങ്കിൽ അത് ഖുർആൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി എന്ന് പറയാം. കാരണം അത് തുറക്കാറിടത്തോണ്ട് അവിടെ ഉണ്ടായിക്കോളൂ. അത് എപ്പോഴും സൂക്ഷിക്കാൻ നല്ലത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ പെരിയാർദാസൻ ആ ഖുർആൻ വാങ്ങി അത് വായിച്ചു. പിന്നീട് ജയിലറയിൽ നിന്ന് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് ഇന്ത്യയിലെ ഇസ്ലാമിക പ്രബോധകന്മാരിൽ ഏറ്റവും ശ്രദ്ധേയനായ, പതിനായിരക്കണക്കിന് മനുഷ്യർക്ക് ഇസ്ലാമിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റിയ, ആയിരങ്ങൾക്ക് ഇസ്ലാമിൻ്റെ വെളിച്ചമെത്തിച്ച ഒരു വലിയ പ്രബോധകനായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുള്ള അഡിയാർ എന്നാണ്. അബ്ദുള്ള അഡിയാർ എന്ന് ഇന്ത്യയിലെ വലിയ പ്രബോധകനാണ്. കോഴിക്കോട് നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ 1999 തോന്നുന്നു മാനാഞ്ചിറ മൈതാനിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അവിടെ സംഭവിച്ചത് എന്താണ്? ഒരു ഖുർആൻ്റെ കോപ്പി, ഒരു ഖുർആൻ പരിഭാഷ വായിക്കാൻ കൊടുത്തതിലൂടെ ആയിരങ്ങൾക്ക് വെളിച്ചമെത്തിച്ച ഒരു വലിയ പ്രബോധകൻ സൃഷ്ടിക്കപ്പെടുകയാണ്. നമുക്ക് പ്രസംഗിക്കാൻ കഴിയുന്നില്ല, വേണ്ട. എഴുതാൻ കഴിയുന്നില്ല, വേണ്ട. നമുക്ക് ചിരിക്കാൻ കഴിയുമോ? അതൊക്കെ ഇപ്പോൾ ചിരിക്കാൻ കഴിയും. അയാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ദഅവത്താണ്. ചിരിക്കാൻ കഴിയുന്ന ആൾക്കാരെ ഒരു ലഘുലേഖ കൊണ്ടുപോയി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വിചിന്തനായിട്ടില്ല. അപ്പോൾ ആൾക്കാരിങ്ങനെ ദേഷ്യം പോകുമ്പോൾ ചിരിച്ചിട്ടൊക്കെ കൊടുക്കുക. അപ്പം ഒരു ചിരിക്കുന്ന ഒരാൾക്ക് പോലും നിർവഹിക്കുക. മരം കയറാൻ കഴിയുന്ന ഒരാളാണോ? ഒന്നും കഴിയില്ല. അയാൾക്ക് മരത്തിൽ കയറാൻ കഴിയും. അപ്പോൾ നമുക്കൊരു പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി കയറുക, അതൊരു ദഅവത്ത് ചെയ്യാൻ കഴിയും. അപ്പോൾ ഏതൊരാൾക്കും, ഏതൊരു മനുഷ്യനും നിർവഹിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനമാണ് ദഅവത്ത് എന്ന് പറയുന്നത്. ഈ അഹമ്മദ് സലീം പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ചിലപ്പോൾ ഈ ആളെ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഇസ്ലാമിൻ്റെ വെളിച്ചമെത്തിച്ച ആ ഒരു പ്രതിഫലം ഈ മനുഷ്യനും കൂടി ലഭിക്കുന്നുണ്ട് എന്ന നന്മയാണ് ശരിക്കും ദഅവത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം, ആ ഒരു വലിയ ലാഭമെന്ന് പറയുന്നത്. അതുപോലെ ഞങ്ങൾ ഇംഗ്ലീഷിൽ ഖുർആൻ പരിഭാഷ എഴുതിയ വലിയൊരു പ്രബോധകനുണ്ടായിരുന്നു. ഇംഗ്ലീഷിലെ ഏറ്റവും പ്രശസ്തമായ ഖുർആൻ പരിഭാഷ ആരുടെയെന്നറിയോ? മുഹമ്മദ് മർഡ്യൂക്ക് പിക്താൾ. മുഹമ്മദ് മർഡ്യൂക്ക് പിക്താളിൻ്റെ ഖുർആൻ പരിഭാഷയാണ് ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഖുർആൻ പരിഭാഷ. ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഖുർആൻ പരിഭാഷ വായിച്ച് ഇസ്ലാമിലേക്കാണ്. അതെങ്ങനെ മുസ്ലിമായി? അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു. ആ മനുഷ്യൻ ആരായിരുന്നു? ഒരു ക്രൈസ്തവനായിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് നിങ്ങൾക്കറിയോ? ഒരു ദിവസം അദ്ദേഹം തൻ്റെ വീടിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിലേക്ക് ഒരാളിങ്ങനെ, ഒരു ചെറുപ്പക്കാരിങ്ങനെ കയറിപ്പോകുന്നുണ്ട്. അയാളിങ്ങനെ കയറിപ്പോയി വാതിൽ കോളിംഗ് ബെല്ലടിച്ച്. അപ്പോൾ ഒരു പ്രായമായ വയസ്സായ ഒരാളൊന്ന് വാതിൽ തുറന്ന്, എന്നിട്ട് ഇയാളിങ്ങനെ നോക്കിക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ ഈ ചെറുപ്പക്കാരനെ മറ്റേ വാതിൽ തുറന്ന് വന്ന പ്രായമായ ആൾ തല്ലിയാണ്, തലങ്ങും വിലങ്ങും തല്ലിയാണ്. അങ്ങനെ താഴെ വീണപ്പോൾ താഴെ ഇട്ടൊക്കെ തല്ലി ആൾ ക്ഷീണിച്ചു. അവസാനം അയാൾ ക്ഷീണിച്ചപ്പോൾ അയാൾ ദേഷ്യം പിടിച്ച് കുറേ ചീത്തയൊക്കെ പറഞ്ഞ് വീടിൻ്റെ അകത്ത് കയറിപ്പോയി വാതിൽ കൊളുത്തിട്ട് ഇങ്ങനെ ഈ ചെറുപ്പക്കാരനെ എഴുന്നേറ്റ് പൊടിയൊക്കെ തട്ടി അയാളിങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ഈ പിക്താൾ ഓടി താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, അയാൾ എന്തിനാ നിങ്ങളെ തല്ലിയെന്ന് ചോദിച്ചു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കടം വാങ്ങിയിരുന്നു, പറഞ്ഞ അവധിക്ക് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് അയാളെന്നെ തല്ലിയത്. അപ്പോൾ ഇയാൾ ചോദിച്ചു, എന്തിനാണ് ഇത്ര അധികം അടി കൊള്ളുന്നത്? നീയൊന്നിങ്ങനെ വീശിയാൽ നിൻ്റെ ആ കയ്യിൻ്റെ കാറ്റേൽക്കാൻ പോലുള്ള ആരോഗ്യം അയാൾക്കില്ല. അത്രയും പ്രായമായ വയസ്സായ ഒരാളാണ്. നിനക്കൊന്ന് തടുത്തുകൂടായിരുന്നോ? അത് അയാളൊന്ന് തിരിച്ചു പ്രതികരിച്ചുകൂടായിരുന്നോ? ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, അതെങ്ങനെയാണ്? ഞാൻ ഒന്നാമതേ ഒരു തെറ്റ് ചെയ്തു. അയാളൊരു വാഗ്ദാനം പറഞ്ഞിട്ട് എനിക്കത് പാലിക്കാൻ കഴിഞ്ഞില്ല. അതൊരു തെറ്റാണ്, എൻ്റെ ഭാഗത്ത് സംഭവിച്ചൊരു വീഴ്ചയാണ്. പിന്നെ മുതിർന്ന ഒരാളോട് കൈ ഉയർത്തുകയോ, എൻ്റെ പ്രവാചകനത് ഇഷ്ടമല്ല, എൻ്റെ മതത്തിനത് ഇഷ്ടമല്ല. അപ്പോൾ അയാൾ ചോദിച്ചു, നിൻ്റെ മതം ഏതാ? നിൻ്റെ പ്രവാചകൻ ഏതാ? മുഹമ്മദാണ് എൻ്റെ പ്രവാചകൻ, ഇസ്ലാമാണ് എൻ്റെ മതം. അന്ന് അയാൾ ഇസ്ലാമിനെക്കുറിച്ച് കേട്ടു, അത് പഠിച്ചു. പിന്നീട് ലോകത്തൊരു അത്ഭുതമാണ്, ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർക്ക് ഇസ്ലാമിൻ്റെ വെളിച്ചമെത്തിച്ച ഒരു വലിയ പ്രബോധകനായി മുഹമ്മദ് മർഡൂക്ക് പിക്താൾ പിന്നീട് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് മാറിയാണ്. അവിടെ സൃഷ്ടിക്കപ്പെട്ടൊരു കാര്യം എന്താണ്? ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ അയാൾ പഠിച്ചൊരു മൂല്യത്തെ പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് അവിടെ ഒരു വെളിച്ചമുണ്ടാകാനുള്ള കാരണം. ഇത് ആർക്കാണ് നിർവഹിക്കാൻ കഴിയാത്തത്? ഈ ഒരു ചെറിയ പ്രവർത്തനം പോലും നിർവഹിക്കാൻ കഴിയാത്ത മനുഷ്യർക്ക് എങ്ങനെയാണ് ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാൻ കഴിയുക? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം നന്മകൾ കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ കൂട്ടുകാർക്ക് മുന്നിൽ, നമ്മുടെ സുഹൃത്തുക്കൾക്ക് മുന്നിൽ, തിന്മകളിലേക്ക് നടന്നു പോകുന്ന മനുഷ്യർക്ക് മുന്നിൽ ഇതൊരു വെളിച്ചമായി കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന മനുഷ്യരായി തീരുക എന്നതാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ ബേസ്, അടിത്തറ എന്ന് പറയുന്നത്. നമുക്കത് നിർവഹിക്കാൻ കഴിയണം. അവിടെ നമ്മളതിൻ്റെ ആളുകളാണ്. അല്ലെ, നമ്മുടെ ജീവിതം വേറെ. പണ്ട് ജമാലുദ്ദീൻ അഫ്ഗാനി പറഞ്ഞതുപോലെ, നിങ്ങൾ മുസ്ലിങ്ങളെ കണ്ട് എന്ത് ചെയ്യരുത്? നിങ്ങൾ ഇസ്ലാം പറഞ്ഞോ,
ഖുർആനിൽ ഇതാണെന്നൊക്കെ പറയും. പക്ഷെ എന്നെ കണ്ടിട്ട് ഇസ്ലാം സ്വീകരിക്കണം എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഉണ്ടാകരുത് എന്ന് പറയുന്ന ഒരു മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥ ആകരുത്. അതായത് എൻ്റെ ജീവിതത്തിലൊന്നുമില്ല, ഖുർആനിൽ ഇതൊക്കെ ഉണ്ട്, സുന്നത്തിൽ ഇതൊക്കെ ഉണ്ട്, പക്ഷെ എൻ്റെ ജീവിതം നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ട, ഞാനൊരു മുസ്ലിം അല്ല എന്ന് പറയുന്ന രൂപത്തിൽ നമ്മളാകണം ഖുർആനിൻ്റെ കോപ്പികൾ, പതിപ്പുകൾ നമ്മളാകണം. റസൂലുള്ളാഹിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ച്, പ്രവാചകൻ്റെ സ്വഭാവം എന്താ? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് റസൂലുള്ളാഹിൻ്റെ സ്വഭാവം എന്താണ്? ഖുർആനാണ്. ഖുർആനിൻ്റെ സഞ്ചരിക്കുന്ന പതിപ്പാണ് പ്രവാചകൻ്റെ ജീവിതം. നമ്മളെ കുറിച്ചൊക്കെ നമ്മുടെ ഉമ്മാരോടൊക്കെ ചോദിച്ചേക്ക് എന്താണ് മോൻ്റെ സ്വഭാവവും സംസ്കാരവും എന്ന് ചോദിച്ചാൽ എന്താ പറയുക? അപ്പോൾ നമുക്ക് ജീവിതത്തെ ഒന്നും കൂടി എന്ത് ചെയ്യാൻ കഴിയണം, ക്രമീകരിക്കാൻ കഴിയണം. കുറച്ചൊക്കെ നമുക്ക് പഠിച്ചൊന്ന് അനുഗ്രഹങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇപ്പം നല്ല തണുപ്പുണ്ട്, നല്ല സുഖമുണ്ട്, നല്ല സ്വസ്ഥതയിൽ സമാധാനത്തിലൊക്കെ നമ്മൾ ജീവിക്കുന്നു. എന്നാൽ നമ്മൾ ഇവിടെ ഒരുപാട് മനുഷ്യരെക്കുറിച്ച് ആലോചിച്ച് നോക്കിയേ. ബോംബർ വിമാനങ്ങൾ, ബോംബുകൾ ചൊരിയുന്ന നാട്ടിലാണോ നമ്മൾ ജീവിക്കുന്നത്? ആണോ? ആകാശത്ത് ബോംബർ വിമാനങ്ങൾ, ബോംബുകൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന നാട്ടിലല്ല നമ്മൾ ജീവിക്കുന്നത്. ആകാശത്തെ യുദ്ധവിമാനങ്ങളുടെ ഇരമ്പലുകൾക്കിടയിൽ പ്രസവിച്ച കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കാൻ കഴിയാത്ത ഉമ്മമാരുടെ നാട്ടിലല്ല നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒലീവ് മരങ്ങൾക്കിടയിൽ മരിച്ചു വീണ മാതാപിതാക്കളെ തേടി അലയുന്ന മക്കളുള്ള നാട്ടിലല്ല നമ്മൾ ജീവിക്കുന്നത്. സ്വന്തം ഉമ്മയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞ് വലിയ കുഴികളുണ്ടാക്കി ആ കുഴികളിൽ കുഴിച്ചുമൂടി തിരിച്ചു വരുന്ന ടാങ്കറുകൾക്ക് നേരെ കല്ലെറിയുന്നവൻ ഭീകരവാദിയും ആ കുട്ടികൾക്ക് നേരെ വെടിയുതിർക്കുന്നവൻ സമാധാനത്തിൻ്റെ അപ്പോസ്തലന്മാരുമായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലല്ല, അല്ലെങ്കിൽ ഒരു സാമൂഹിക ക്രമത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ ഇക്കാക്ക മരിച്ചുപോയി, എൻ്റെ ഉപ്പ മരിച്ചുപോയി, എൻ്റെ കാലുകൾ തകർന്നുപോയി എന്ന് വിലപിക്കുമ്പോഴും അല്ലാഹു അക്ബർ, ഖുദ്സിൻ്റെ വിമോചനം ഞങ്ങൾ കാണുമെന്ന് പറയുന്ന ഫലസ്തീനിലെ കുട്ടികളുടെ സാഹചര്യങ്ങളല്ല നമുക്കുള്ളത്. രാത്രി ലോകം മുഴുവൻ കിടന്നുറങ്ങുമ്പോഴും ബോംബുകൾ പെയ്ത് താഴേക്കിടുമ്പോഴും ഉമ്മയും ഉമ്മാമ്മയും ഒക്കെ കൊടുത്ത നാണയങ്ങൾ ഇന്ന ആളുകൾക്ക് കൊടുക്കണമെന്ന് വസിയത്ത് എഴുതി വെക്കുന്ന 4ാം ക്ലാസ്സുകാരിയുടെ വാർത്തകൾ നമ്മൾ വായിച്ചതാണ്. എൻ്റെ കുപ്പായം അത് ഇന്നവൾക്ക് കൊടുക്കണം, എൻ്റെ കളിപ്പാട്ടങ്ങൾ എൻ്റെ കൂട്ടുകാരികൾക്ക് ഇന്ന കൂട്ടുകാരികൾക്ക് കൊടുക്കണം, പക്ഷേ എൻ്റെ ചെരുപ്പ് അത് നിങ്ങൾ കഴുകി തുടച്ച് വൃത്തിയായി കാത്തു സൂക്ഷിക്കണം. കാരണം ഖുദ്സിൻ്റെ വിമോചനത്തിന് വേണ്ടി നാളെ കടന്നു വരുന്ന മനുഷ്യർക്ക് ആ ചെരുപ്പ് ധരിച്ച് ഈ മണ്ണിലൂടെ നടക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം എന്ന് പറയുന്ന ഫലസ്തീൻ മക്കളുടെ നാട്ടിലല്ല നമ്മൾ ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുള്ള, ഒരുപാട് നന്മകൾ അനുഭവിക്കുന്ന, ആസ്വദിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ. അപ്പോൾ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ബേസിക് ഒരു മൂല്യമാണ്. അത് നമുക്ക് ഉണ്ടാകണം. ആ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി കാണിക്കലാണ് യഥാർത്ഥത്തിൽ ഈ ദഅവത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇനി കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. സംസാരം ഏകദേശം അവസാനിപ്പിക്കാൻ ആയി. ഞാൻ എൻ്റെ വാക്കുകൾ ഒരുപാട് ഇനി മുന്നോട്ട് ദീർഘിപ്പിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമുക്കിത് ഉണ്ടാകണം. ഈ ഒരു ദഅവത്തുമായി ബന്ധമുള്ള അതിൻ്റെ ഒരു പ്രതിഫലം എന്താണെന്നറിയോ? ഇതുകൊണ്ട് നമുക്ക് കിട്ടാനുള്ള ലാഭം എന്താ? ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ വഹി എഴുതുന്ന എഴുത്തുകാരനായ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഏറ്റവും പ്രായം കുറഞ്ഞ വഹി എഴുതുന്ന എഴുത്തുകാരൻ ആരായിരുന്നു? ഏറ്റവും പ്രായം കുറഞ്ഞ വഹി എഴുതുന്ന എഴുത്തുകാരനായ സ്വഹാബി അല്ലെങ്കിൽ പറ, 1-2 പറഞ്ഞു, ചിലപ്പോൾ ശരിയായാലോ. സയ്യിദ് ബിൻ സാബിത്ത്, ഇവിടെ ഏതാ? സഅദ് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, പിന്നെ ഉണ്ടോ മുആവിയ, പിന്നെ അബൂ ഹുറൈറ. ഓക്കെ, അലി ബിൻ അബീ ത്വാലിബ്. 5-6 ആൾക്കാരെ പറഞ്ഞ കൂട്ടത്തിൽ ഒരാളുണ്ട്. പറഞ്ഞ 6 ആളുടെ കൂട്ടത്തിൽ ഒരാളാണ്. ഒന്നും കൂടി ഒരവസരം. ഈ പറഞ്ഞ 6 ആളിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട്, സെയ്ദ് ബിൻ സാബിത്ത്. ഓക്കെ,
സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ് ഏറ്റവും പ്രായം കുറഞ്ഞ വഹി എഴുതുന്ന എഴുത്തുകാരൻ. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് എത്രാമത്തെ വയസ്സിലാണെന്നറിയും? 6, 6, 10 ഇനിയുണ്ടോ? ഇനിയുണ്ടോ? അടുത്ത് തന്നെ വരുന്നുണ്ട്. 11, വീണ്ടും അടുത്ത് 12, 13, 14. ഓക്കെ, 13ാമത്തെ വയസ്സിലാണ് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത്. സെയ്ദ് റളിയല്ലാഹു അൻഹു ഏത് രാജ്യക്കാരൻ, ഏത് നാട്ടുകാരനാണ്? മക്ക, മദീന. മക്കാരും ഉണ്ട്, മദീനക്കാരും ഉണ്ടല്ലോ. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു മക്ക അല്ലെങ്കിൽ മദീന. മദീനയാണ് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ നാട്. അത് ഇസ്ലാം സ്വീകരിക്കുന്നത് റസൂലുള്ളാഹിനെ കാണാതെയാണ്. മക്കയിൽ ഇസ്ലാമിക പ്രബോധനം നടക്കുന്ന കാലത്ത് മക്കയിലേക്ക് മദീനയിൽ നിന്ന് വരുന്ന ആളുകൾ, ഹജ്ജിനും ഉംറക്കൊക്കെ വരുന്ന ആളുകൾ നിന്ന് ഇസ്ലാം കേട്ട് മദീനയിൽ വിശ്വാസിയായ സ്വഹാബിയാണ് ആര്? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു 13ാമത്തെ വയസ്സിൽ. അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത, ഖുർആൻ, വിശുദ്ധ ഖുർആൻ മക്കയിൽ അവതരിച്ച 17ഓളം സൂറത്തുകൾ മദീനയിലിരുന്ന് മനഃപ്പാടമാക്കിയ സ്വഹാബിയാണ്. മനസ്സിലായോ? മക്കയിലേക്ക് ഹജ്ജിനും ഉംറക്കൊക്കെ വന്ന ആളുകൾ ഖുർആൻ അവതരിച്ചതൊക്കെ കേട്ട് മദീനയിൽ ഇത് പോയി പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് പഠിച്ച സ്വഹാബിയാണ് ആര്? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. അങ്ങനെ പ്രവാചകൻ മദീനയിലെത്തും. അദ്ദേഹത്തിൻ്റെ 13ാമത്തെ വയസ്സാകുമ്പോഴേക്കും മദീനയിലെത്തുമ്പോൾ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹുവിൻ്റെ അമ്മാവൻ പ്രവാചകൻ്റെ അടുക്കലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരും. എന്നിട്ട് റസൂലുള്ളാഹി ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുക, സെയ്ദ് ബിൻ സാബിത്ത്, പ്രവാചകന് പരിചയപ്പെടുത്തി കൊടുക്കുക, സെയ്ദ് ബിൻ സാബിത്താണ്, നല്ല മോനാണ്, ഖുർആനൊക്കെ ഒരുപാട് മനഃപ്പാടാക്കിയ ആളാണ് എന്നൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമാവും. പ്രവാചകൻ സെയ്ദ് ബിൻ സാബിത്തിനെ ചേർത്ത് നിർത്തും, പ്രാർത്ഥിക്കും. എന്നിട്ട് ജൂതന്മാരുടെ ഭാഷ പഠിക്കാൻ പറയും. ഒരു ഭാഷ സംസാരിക്കാനും എഴുതാനും അതേപോലെ അത് എല്ലാ രംഗത്തും ഉപയോഗപ്പെടുത്താനും പഠിക്കണമെങ്കിൽ എത്ര നാൾ വേണം? നമുക്ക് ഒരു ഭാഷ പഠിക്കാൻ എത്ര സമയം വേണം? 6 മാസം, പിന്നെ 1 കൊല്ലം. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി ജൂതന്മാരുടെ ഭാഷ പഠിക്കാൻ പറയും, യഹൂദികളുടെ ഭാഷ. 14 ദിവസങ്ങൾ കൊണ്ടാണ് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആ ഭാഷ പഠിച്ചെടുക്കുന്നത്. എന്നിട്ട് യഹൂദികൾക്കിടയിൽ പ്രബോധനം നടത്തുന്ന, എത്ര വയസ്സുണ്ടെന്നാണ്? 14 വയസ്സ് പ്രായമാണ് സെയ്ദ് റളിയല്ലാഹുവിന് എന്നുള്ളത്. നമ്മുടെയൊക്കെ കൂട്ടത്തിലുള്ള പലരുടെയും പ്രായമാണ് സെയ്ദ് റളിയല്ലാഹുവിൻ്റേത്. 16ാമത്തെ വയസ്സിൽ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ വഹി എഴുതുന്ന എഴുത്തുകാരനായി നിശ്ചയിക്കൽ. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ വഹി, കാത്തിബുൽ വഹിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രായം സെയ്ദ് ബിൻ സാബിത്ത് എത്ര വയസ്സാണ്? 16ാമത്തെ വയസ്സിൽ ഖുർആൻ എഴുതുന്ന എഴുത്തുകാരനായി റസൂലുള്ളാഹിൻ്റെ കൂടെ ഇരിക്കുകയാണ്. പിന്നീട് അദ്ദേഹം, പ്രവാചകൻ വഫാത്താകുമ്പോൾ സെയ്ദ് റളിയല്ലാഹുവിൻ്റെ പ്രായം എന്ന് പറയുന്നത് 21 വയസ്സാണ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. സെയ്ദ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് 33ാമത്തെ വയസ്സിലാണ്. ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ചെറുപ്പക്കാരനായി അദ്ദേഹം വഫാത്താകുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ ഖലീഫയാകും, 1ാമത്തെ ഭരണാധികാരിയായി ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ആദ്യം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആൻ ക്രോഡീകരിക്കാൻ വേണ്ടി, ഖുർആൻ ആദ്യം ഇങ്ങനെ അവതരിക്കുന്നത്, എഴുതി വെക്കുന്നത് തുകലുകളിൽ, കല്ലുകളിലൊക്കെ എഴുതി വെക്കുമായിരുന്നത്. അത് നമ്മുടെ കയ്യിലുള്ള ഖുർആൻ കണ്ടിട്ടില്ല, നമ്മുടെ പള്ളിയിലൊക്കെ ഖുർആനല്ലേ, വീട്ടിലൊക്കെ 2 ചട്ടക്കുള്ളിലായ ഖുർആൻ ക്രോഡീകരിക്കാനുള്ള ഉത്തരവാദിത്തം സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു 2 വലിയ പർവ്വതം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കാനാണ് എന്നോട് പറഞ്ഞതെങ്കിൽ എനിക്ക് എളുപ്പം, ഈ ജോലിനേക്കാൾ എളുപ്പം എനിക്കതായിരുന്നു. അത്രയും ഭാരമുള്ളൊരു ജോലിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നെ ഏൽപ്പിക്കുന്നത് എന്നാണ് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്താകും, ഉമർ റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുക്കും, ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകും. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകം ഭരിക്കുന്ന കാലത്താണ് ഈ ഖുർആൻ ക്രോഡീകരണം പൂർത്തിയാകുന്നത്. എത്ര കാലമെടുത്തിട്ടാണ് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആ ഖുർആൻ ക്രോഡീകരിക്കുന്നത്? അത്രയും ദീർഘമായൊരു പരിശ്രമത്തിൻ്റെ ഫലമാണ് ആ ഖുർആൻ നമുക്ക് 2 ചട്ടക്കുള്ളിലായി നമ്മുടെ കൈകളിൽ ആ ഖുർആൻ്റെ കോപ്പികൾ കിട്ടുന്നത്. അപ്പോൾ ഈ ഖുർആൻ ക്രോഡീകരിച്ച് നമുക്ക് ലഭിച്ചു. ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ മഗ്‌രിബ് നിസ്കരിച്ചു, ഇശാ ജമാഅത്തും നമ്മളവിടെ നിസ്കരിച്ചു. ഇന്ന് ലോകത്തെ ലക്ഷക്കണക്കിന് വരുന്ന പള്ളികളിൽ ഖുർആൻ പാരായണങ്ങൾ നടന്നു. അതേപോലെ തന്നെ കോടിക്കണക്കിന് വരുന്ന മുസ്ലിങ്ങൾ ഇന്ന് ഖുർആൻ പാരായണം ചെയ്തു. ഖുർആൻ ഓതിയാൽ ഒരു ഹർഫിന് എത്ര പ്രതിഫല? 10 പ്രതിഫലല്ലേ? അലിഫ് ലാം മീം ഒരു ഹർഫല്ല,
അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫ്. അലിഫ്ലാം എന്ന് പറഞ്ഞാൽ 30 പ്രതിഫലമാണ് നമുക്ക് കിട്ടണം ഓതണം. ഇതിലൊന്നുപോലും കുറയാതെ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനും ഇതിൻ്റെ ഒരു ഓഹരി ലഭിക്കുന്നുണ്ട് എന്നതാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉണ്ടാകണം എന്നതിന് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഖുർആൻ 2 ചട്ടക്കുള്ളിലാക്കി ക്രോഡീകരിച്ച് തന്ന ആളാരാണ്? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. ആ നന്മ ചെയ്ത് പൂർത്തിയാക്കിയ സ്വഹാബി. ആ നന്മ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ആ 2 ചട്ടക്കുള്ളിൽ നിന്ന് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് പോലെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ലോകത്തുനിന്ന് മരണപ്പെട്ടു പോയ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലേക്കും ഈ നന്മയുടെ ഓഹരികൾ ലഭിക്കുന്നുണ്ട് എന്നതാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉണ്ടാകണം. നമ്മൾ ISMൻ്റെ കൂടെ MSMൻ്റെ കൂടെ നമ്മൾ ഉണ്ടാകണം എന്നതിൻ്റെ ഉത്തരം. അപ്പോൾ അതിൻ്റെ ഭാഗമായി നിന്നാൽ അതിലൂടെ ലഭിക്കുന്ന നന്മകൾ നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ലഭിക്കും. അങ്ങനെ ഉണ്ടായതാണ് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനം വെറുതെ ഉണ്ടായതല്ല, അതിങ്ങനെ ഒരുപാട് മനുഷ്യരുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായത്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പള്ളിയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ആ പള്ളികൾ ഉണ്ടാക്കിയ ആൾക്കാർ ചിലപ്പോൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടാവില്ല, മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. അവരൊക്കെ ഇന്ന് ചിലപ്പോൾ ഖബറിലായിരിക്കും. പക്ഷേ നമ്മൾ ആ പള്ളിയിൽ നിസ്കരിക്കുമ്പോഴും അവിടെ ഒരു ഖുതുബ നടത്തുമ്പോഴും അവിടെ ഒരു സുജൂദ് ചെയ്യുമ്പോഴും നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ടോ ആ നന്മയുടെ ഒക്കെ ഒരു ഓഹരി അത് ഉണ്ടാക്കാൻ നിന്ന, അതിന് മുന്നിൽ നിന്ന, അതിനെ ആലോചിച്ച, തീരുമാനങ്ങളിൽ നിന്ന് പങ്കെടുത്ത ആളുകൾക്കും അതിൻ്റെ ഓഹരി ലഭിക്കുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ നമ്മളും ഭാഗവാക്കാകണം എന്ന് പറയാനുള്ള കാരണം. ഇപ്പോൾ 18-ാം തീയതി വെളിച്ചം സംസ്ഥാന സംഗമം എന്ന് പറഞ്ഞിട്ടൊരു വലിയ ഖുർആൻ സമ്മേളനം കാസർഗോഡ് കാനങ്ങാട് വെച്ച് നമ്മൾ നടത്തിയാണ്. കാനങ്ങാട് ആ ഖുർആൻ സമ്മേളനം നമ്മൾ തീരുമാനിച്ചു. അതിനുവേണ്ടി ഇവിടെ സ്ക്വാഡ് വർക്കുകൾ നടക്കും, അതിനുവേണ്ടി നമ്മൾ ലഘുലേഖകൾ നടത്തും, അതിനുവേണ്ടി നമ്മൾ വാഹന പ്രചരണ യാത്രകൾ നടത്തും, പോസ്റ്റർ ഒട്ടിക്കും. ഇപ്പം നമ്മളൊരു പോസ്റ്റർ ഒട്ടിച്ചാൽ, നമ്മളൊരു ലഘുലേഖ ആർക്കെങ്കിലും കൊടുത്താൽ, അതിൻ്റെ ഭാഗവാക്കായാൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഖുർആൻ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നാൽ അയാൾക്ക് എത്ര നന്മ ലഭിക്കുന്നുണ്ടോ അതിൻ്റെ ഒരു ഓഹരി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും നമ്മളറിയാതെ. ഇനി അയാളുടെ ജീവിതത്തിൽ അയാൾ ആ ഖുർആനുമായി ഒരു ബന്ധം ഉണ്ടാക്കി ജീവിതത്തിൽ ഖുർആൻ പഠിക്കണം എന്നൊരാൾ തീരുമാനിച്ച് ഖുർആൻ പഠിക്കാൻ തീരുമാനിച്ചാൽ അയാൾക്ക് ലഭിക്കുന്ന കൂലി എത്രയാണ്? നാളെ ഖബറിൽ ഒരാൾക്കും വെളിച്ചം നൽകാൻ കഴിയാത്ത ഖബറിൽ നമുക്ക് വെളിച്ചമായി തീരാൻ ഇത്തരം ഇരുത്തങ്ങളും കൂട്ടായ്മകളും ഒക്കെ നമുക്ക് ഉണ്ടാകൂ എന്നുള്ളൊരു ഓർമ്മയാണ്, അല്ലെങ്കിൽ ആ ഒരു ചിന്തയാണ് ഈ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി നിൽക്കാൻ നിങ്ങൾക്ക് പ്രേരണ നൽകേണ്ടത്. അപ്പോൾ നമ്മളിതിൻ്റെ കൂടെ ഉണ്ടാവുമോ? ആ ഒരു തീരുമാനമാണ് ശരിക്കും ഈ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ എടുക്കേണ്ടത്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ തൃശ്ശൂർ ജില്ലയിൽ ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലം പറയുന്നില്ല. അവിടെ ഒരിക്കൽ അഹമ്മദ് അനസ് മൗലവി എന്ന് കേട്ടിട്ടുണ്ട് നിങ്ങൾ? നമ്മുടെ കൂട്ടത്തിൽ നല്ലൊരു പ്രഭാഷകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം പരിപാടി നിശ്ചയിച്ചു. അങ്ങനെ മൗലവി അവിടെ പ്രസംഗിക്കാൻ പോയപ്പോൾ ആളുകളൊന്നും അധികമില്ല, വളരെ ചുരുങ്ങിയ ആളുകളാണുള്ളത്. അങ്ങനെ ഉണ്ട്. ഈ പ്രസംഗിക്കാൻ വിളിച്ച അയാളൊരു വടിയും എടുത്തിട്ട് ഈ സ്റ്റേജിൻ്റെ സമീപത്ത് അയാൾ ഇങ്ങനെ നിന്നു. അങ്ങനെ പ്രസംഗം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ മൗലവി ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഇയാൾ പറഞ്ഞു, ഇവിടെ ഞങ്ങൾ വളരെ ചുരുങ്ങിയ ആളുകളാണ് ഉള്ളത്, ഇവിടെ സ്റ്റേജ് കയ്യേറും ആളുകൾ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സ്റ്റേജ് ആരെങ്കിലും കയ്യേറാൻ വന്നാൽ അയാളെ നേരിടാനാണ് ഞാൻ ആ വടിയുമായിട്ട് അവിടെ നിന്നത്. അപ്പോൾ ആരും വന്നൊന്നുമില്ല. ഇവിടെ മുസ്ലിയാക്കന്മാർ ഇവിടെ എന്ത് ചെയ്യും, മറുപടി പ്രസംഗം വെക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും അതിന് ശേഷം ഇവിടെ വന്ന് ഒന്നും കൂടി പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. മൗലവി പറഞ്ഞാൽ ആയിക്കോട്ടെ, നിങ്ങൾ വിളിച്ചാൽ മതി, ഞാൻ വരാമെന്നും പറഞ്ഞു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇയാൾ വീണ്ടും വിളിച്ചു. മൗലവിയുടെ അവർ പ്രസംഗം വെച്ചു. അപ്പോൾ നമുക്ക് നല്ലൊരു വിശദീകരണം ഒന്നും കൂടി കൊടുക്കണം, അപ്പോൾ നിങ്ങൾ ഡേറ്റ് തരാം. അപ്പോൾ ഒരു ഡേറ്റൊക്കെ കൊടുത്തു. പരിപാടിൻ്റെ തൊട്ടടുത്ത ദിവസം എത്തിയപ്പോൾ ഇയാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പരിപാടി ഒന്ന് കുറച്ചും കൂടി കണ്ട് മാറ്റി വെക്കണം, ആ ഡേറ്റിൽ നടക്കില്ല, നമുക്ക് മറ്റൊരു ഡേറ്റ് തരണം. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് വിളിച്ചു. അങ്ങനെ മൗലവി പ്രസംഗിക്കാൻ വന്നു. പ്രസംഗം കഴിഞ്ഞു. ആ വാഹനത്തിൽ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഇയാൾ ചോദിച്ചു, മൗലവി ഞാൻ പരിപാടി മാറ്റിവെച്ചത് എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചു. ഇല്ല. അപ്പോൾ അയാൾ പറഞ്ഞു, നമ്മൾ ആ ആദ്യം പ്രസംഗം നടത്തിയ സ്ഥലം അത് പിന്നെ തന്നില്ല, അതിൻ്റെ ആ ഉടമസ്ഥനെ എല്ലാവരും ചെന്ന് ഭീഷണിപ്പെടുത്തി. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, ആ സ്ഥലം തന്നില്ല. അപ്പോൾ നമുക്ക് പ്രസംഗം നടത്താൻ പറ്റിയ സ്ഥലമൊന്നും പിന്നെ ഇവിടെ കിട്ടിയില്ല, അതുകൊണ്ടാണ് ആ പ്രസംഗം എന്ത് ചെയ്തത്, ഡേറ്റ് മാറ്റിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, അതേ സ്ഥലത്താണല്ലോ നമ്മളിപ്പോൾ പ്രസംഗിച്ചതെന്ന്. അപ്പോൾ അന്നത്തെ പ്രസംഗം നടന്നത് അതേ സ്ഥലത്താണ്. അപ്പോൾ അതെങ്ങനെ ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ ആ സ്ഥലം പൈസ കൊടുത്ത് വാങ്ങിയെന്ന് പറഞ്ഞു. ആ സ്ഥലം എന്ത് ചെയ്തു, ഞാൻ പൈസ കൊടുത്ത് വാങ്ങി.
അതിൻ്റെ രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടിയാണ് കുറച്ച് ദിവസം നീണ്ടത്. അപ്പോൾ അതെൻ്റെ പേരിലാണ് ആ സ്ഥലം ഉള്ളത്. ഇന്ന് അവിടെ പള്ളിയുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, മദ്രസകളുണ്ട്. അവിടെ അദ്ദേഹത്തിനൊക്കെ ലഭിക്കുന്ന നന്മയുടെ ഒരു 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 എത്രയാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ ആ ഒരു വെളിച്ചം കിട്ടുന്നത് എന്നത് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം നന്മകളുടെയൊക്കെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉണ്ടാകണം. നമുക്കും അതിൻ്റെ ഭാഗമായി നിൽക്കാൻ കഴിയണം. ഇന്ന് ക്യാമ്പസുകൾ, സ്കൂളുകൾ, കുട്ടികളൊക്കെ വലിയ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ അവരുടെ ജീവിതം വലിയ പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. ഒരുപാട് തിന്മകൾ ഒരു വലിയ വെള്ളച്ചാട്ടം പോലെ നമുക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ലഹരി ഒരു വലിയ വിപത്തായി, വലിയ ഒരു പരീക്ഷണമായി നമ്മുടെ സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതേപോലെ അന്ധവിശ്വാസങ്ങൾ അതിനേക്കാളും വേഗതയിലാണ് നമുക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ജാഗ്രത പാലിക്കാൻ കഴിയുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ISM MSM ഒക്കെ ഇവിടെ നിർവഹിക്കുന്നത് എന്ന ഒരു ബോധം, ഓർമ്മ നമുക്കുണ്ടാകണം. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ വായിക്കണം, പഠിക്കണം. ഇന്ന് വായനയൊക്കെ തീരെ കുറഞ്ഞ കാലമാണ്. പക്ഷെ എന്നാലും നമുക്കൊരുപാട് മാർഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരു മെസ്സേജ് നമ്മൾ അയക്കുക. നമ്മളെ കൂട്ടത്തിൽ വലിയ തമാശക്കാരനെന്ന് പറയുന്നത് ആരായിരിക്കും? ഏറ്റവും വലിയ ബടായി പറയുന്ന ആൾ ഏറ്റവും വലിയ തമാശക്കാരനായി മാറുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മളൊരു ഖുർആനായത്ത് ഒന്ന് അയച്ചു കൊടുക്കുക. രാവിലെ എത്ര മെസ്സേജാണ് നമ്മൾ സാധാരണ ഇങ്ങനെ അയക്കുന്നത്? നമ്മുടെ ഇൻസ്റ്റ, അതേപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ആയിരക്കണക്കിന് ആളുകളിലേക്ക് നമ്മൾ ഓരോ സംഭവങ്ങൾ അയക്കും. ആ സംഭവങ്ങളെന്ന് പറയുന്നത് ലോകത്തെ സകല കാര്യങ്ങൾ നമ്മൾ അയക്കും. ഒരു ഖുർആനായത്ത് നമ്മൾ വെളിച്ചം പരിപാടിയുടെ അത് വെളിച്ചം സംസ്ഥാന സംഗമം 18-ാം തീയതി മെയ് 18-ന് ഇന്ന സ്ഥലത്ത് എന്ന് അടിയിലെഴുതി ഒരു ഖുർആനായത്ത് രാവിലെ നമ്മളൊരു 10 കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. അത് വായിക്കുന്നവന് കിട്ടുന്ന ഒരു നമുക്കും കിട്ടും. അതിൽ നിന്ന് ഒരുത്തനത് കേൾക്കാൻ വന്നാലോ, അതിനൊരു മാറ്റം ഉണ്ടായാലോ? എത്ര കാലമാണോ അതിൻ്റെ നന്മകൾ ഈ ലോകത്ത് നിലനിൽക്കുന്നത്, ആ നന്മകൾ നമ്മളൊക്കെ ഈ ലോകത്ത് നിന്ന് ഇല്ലാതായാലും നമുക്കൊക്കെ ലഭിക്കും എന്ന ഒരു തിരിച്ചറിവ്. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് നന്മകളൊക്കെ നമ്മുടെ നാട്ടിൽ ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ ഒരു കാര്യങ്ങളിലൊക്കെ കൂടി നിൽക്കാനും ഇതിലൊക്കെ പങ്കാളികളാകാനും ഒക്കെ നമുക്ക് സാധിക്കണം. അതിലൊരു വീഴ്ച വരരുത്. ഒരുപാട് തിന്മകൾ ഇങ്ങനെ കുത്തൊഴുകി വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ തിന്മകൾക്ക് മുന്നിൽ ഒരു മതിൽക്കെട്ടായി, ഒരു കോട്ടയായി നിസ്കാരം നിലനിർത്തുന്ന, ഖുർആനുമായി ബന്ധമുള്ള, ജീവിതത്തിൽ വിശുദ്ധി പാലിക്കാൻ കഴിയുന്ന ആളുകളായി നമുക്ക് നിൽക്കാൻ സാധിക്കണം എന്നതാണ് ഈ ക്യാമ്പിൻ്റെ ഒരു ലക്ഷ്യം. ഇപ്പോൾ എൻ്റെ സംസാരങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കൂട്ടായ്മയുടെ കൂടെ നാളെ സക്കരിയ സുലൈയുടെ ക്ലാസ്സുകൾ ഉണ്ടാവും. വളരെ നമ്മുടെ ഒരുപാട് പ്രബോധകന്മാരുടെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ, നമ്മളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും കേൾക്കുകയും നല്ല തീരുമാനങ്ങളെടുത്ത് നമുക്കിവിടെ നിന്ന് തിരിച്ചു പോകാനുള്ള ഒരു സാഹചര്യത്തെ നിങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യണം. ഇവരെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുതിർന്ന ആളുകൾ അവരുടെ ഒരു കാലഘട്ടങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഇനി നമ്മളാണ് ഇത് ഏറ്റെടുക്കാനും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും ഉള്ളത് എന്ന ഒരു തിരിച്ചറിവിൽ നിങ്ങൾ ഈ ഒരു സംവിധാനങ്ങളുടെ ഭാഗമായി ഇതിൻ്റെ കൂടെയൊക്കെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണമെന്ന് സൂചിപ്പിക്കുകയാണ്. നമുക്ക് സ്വപ്നങ്ങൾ കാണാൻ കഴിയണം. നമ്മുടെ സ്വപ്നമെന്ന് പറയുന്നത് നാളെ പ്രവാചകന്മാരുടെയും ശുഹദാക്കളുടെയൊക്കെ കൂടെ അവരുടെ കൂടെ ആ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുകൂടി സൂചിപ്പിച്ച് ഈ ഒരു ക്യാമ്പിനെ നിങ്ങൾ മനോഹരമാക്കുകയും നാളെ ഉച്ചവരെ ഏറ്റവും സജീവമായ രൂപത്തിൽ ഇതിൽ പങ്കെടുക്കുകയും ഇത് നമ്മുടെ ജീവിതത്തിൽ എന്നെന്നും ഓർത്തു വെക്കാൻ കഴിയുന്ന ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടിയ, ഒരുപാട് നന്മകൾ കിട്ടിയ ഒരു ക്യാമ്പായി ഇതിനെ നിങ്ങൾ ഓർക്കുകയും ചെയ്യണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ഈ പ്രവർത്തനങ്ങളുടെ കൂടെ ഉണ്ടാകണം എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.